ഏതായാലും വലിയ വലിയ ആളുകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കൊച്ചി. സച്ചിൻ അടക്കം അല്പസമയം അകം തന്നെ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിർണായക മത്സരം കാണാൻ ടീമുടമയായ സച്ചിൻ എത്തുന്നൊപ്പം തന്നെ ഭാര്യ അഞ്ജലിയുണ്ട്. ISLന്റെ ചെയർപേഴ്സൺ നിത അംബാനി അടക്കമുള്ള വലിയ VIP-കൾ കൊച്ചിയിലെ സ്റ്റേഡിയത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ വന്നു ചേരും. നമ്മുടെ അതിഥികൾ നമ്മോടൊപ്പം തുടരുന്നുണ്ട്. ഒപ്പം തന്നെ സമീർ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളും നൽകും. സുധേഷിലേക്ക്. സുധേഷ്, ഇന്നൊരു പക്ഷേ മികച്ച ഈ ISLന് തന്നെ ഏറ്റവും മികച്ച ഒരു ടീമിനെയാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്. ഫ്ലോറൻ മലൂദ, മാർസലിനോ, കീൻ ലൂയിസ് അടക്കമുള്ള മികച്ച കളിക്കാരുടെ ഒരു സംഘം. ഒരുപക്ഷെ നമ്മൾ അധികം പരാമർശിക്കപ്പെടാതെ പോയ ഒരു പേരായിരുന്നു കീൻ ലൂയിസിൻ്റേത്. ഇന്ത്യൻ താരമാണ്. വിങ്ങുകളിലൂടെ പാഞ്ഞു വന്ന് മുന്നേറി വരുന്ന ലൂയിസ് ഒരുപക്ഷെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ തന്നെ നല്ലൊരു ചിത്രമാണ് നമുക്ക് പകർന്നു നൽകിയത്. അത്തരത്തിൽ മികച്ച ഒരു സംഘം ഇറങ്ങുമ്പോൾ ഇന്ന് എങ്ങനെയായിരിക്കണം സ്റ്റീവ് കോപ്പൽ ടീമിനെ ഇറക്കേണ്ടത്? ആ ഒരു ഫോർമേഷൻ ഏത് രീതിയിലായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്? കാരണം ഫ്ലോറൻ മലൂദ എന്ന ഇതിഹാസ തുല്യനായ മിഡ്ഫീൽഡർ മധ്യനിരയിൽ കളി സുന്ദരമായി മേഞ്ഞെടുക്കുന്ന കളിക്കാരൻ അവർക്കുണ്ട്. തീർച്ചയായും മനു പറഞ്ഞത് വളരെ ശരിയാണ്. ഈ ISLലെ തന്നെ കരുത്തുറ്റ ടീമുകളിലൊന്നാണ് ഡൽഹി. അവർ ഈ ISLൽ നടത്തിയ പ്രകടനങ്ങൾ 3 മത്സരങ്ങൾ തോൽക്കുന്നു, 3 മത്സരങ്ങൾ മാത്രമാണ് തോറ്റത്, 5 ജയം കാണുന്നു, 6 മത്സരങ്ങൾ സമനിലയിലേൽക്കാൻ സാധിക്കുന്നു. അപ്പോൾ കെയിൻ ലൂയിസിനെ പോലുള്ള താരങ്ങളുടെ പ്രകടനം പ്രത്യേകിച്ചും എടുത്തു പറയണം. സൗമിക് ചക്രവർത്തിയെ പോലുള്ള താരങ്ങൾ. അപ്പോൾ വെറും 23 വയസ്സാണ് ഈ ടീമിൻ്റെ ശരാശരി പ്രായം എന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നു. ആ രീതിയിൽ ആദ്യ ISLൽ വളരെ മോശമായി പോയ ഡൽഹി കഴിഞ്ഞ തവണ നല്ല രീതിയിൽ തിരിച്ചു വരുന്നു. ഇത്തവണ റോബർട്ടോ കാർലോസിനെ മാറ്റുന്നു. ജിയാൻ ലൂക്കാസ് അംബ്രോട്ടോ എന്ന ഇറ്റലിയുടെ മികച്ച ഡിഫൻഡർ, അദ്ദേഹം ലോകകപ്പ് നേടിയ താരമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു കോച്ചിങ്ങിന് കീഴിൽ ഇറങ്ങുന്നു. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഡിഫൻസീവ് ഫുട്ബോൾ കളിക്കുന്ന ടീമിനെയാണ് സമ്പ്രട്ടോയുടെ കീഴിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് നേരെ വ്യത്യസ്തമായി മലൂദയെയും മഴ്സലോനെയും പോലുള്ള താരങ്ങളെ കേന്ദ്രമാക്കിക്കൊണ്ട് അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്നു. 14 മത്സരങ്ങളിൽ നിന്നും 27 ഗോൾ നേടുന്നത് നമ്മൾ കാണുന്നു. ആ രീതിയിൽ വളരെ അറ്റാക്കിംഗ് ആയ ഒരു ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമിനെയാണ് നേരിടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ പ്രതിരോധമാണ് നമ്മുടെ ശക്തി. അതുകൊണ്ട് ഡൽഹിയെ പോലെ ഒരു ടീമിനെതിരെ നമ്മൾ അനുവർത്തിക്കേണ്ട തന്ത്രം അവരുടെ ആക്രമണത്തിനുള്ള വഴികൾ അടയ്ക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രതിരോധത്തിന് വലിയ ജോലി കൊടുക്കാതെ അവർക്ക് അബദ്ധങ്ങൾ സംഭവിക്കാതെ നോക്കാൻ മൊത്തത്തിൽ ടീം ഒന്നാകെ തന്നെ മെഹ്താബ് ഹുസൈനെയും ഇഷ്വാഖ് അഹമ്മദിനെയും അല്ലെങ്കിൽ മുഹമ്മദ് റഫീഖാണെയും കളിക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ പോലുള്ള കാദിയെ പോലുള്ള താരങ്ങൾ ഇവരാണ് കളിക്കുന്നതെങ്കിൽ ആ താരങ്ങൾ അവരുടെ ആക്രമണത്തിൻ്റെ മുനയൊടിക്കുന്ന ഒരവസ്ഥയുണ്ടാവുകയും ഒപ്പം തന്നെ കൗണ്ടർ അറ്റാക്കിംഗ്, കോപ്പലിന് ഏറ്റവും പ്രിയപ്പെട്ട വിങ്ങുകളിലൂടെയുള്ള ആക്രമണവും വിനീതിനെ കേന്ദ്രീകരിച്ചുള്ള കൗണ്ടർ അറ്റാക്കിംഗ് കൂടെ നടത്തുക എന്നുള്ളതായിരിക്കണം പ്രാഥമികമായി ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ഗ്രൗണ്ടിൽ അവലംബിക്കേണ്ട തന്ത്രം. പിന്നീട് നമുക്കറിയാം ഓരോ മത്സരങ്ങൾ ഇന്ന് ലോകത്തെ പ്രൊഫഷണൽ ഫുട്ബോളിൽ മത്സരത്തിൻ്റെ ഓരോ കളിയും വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ് നടക്കുന്നത്. ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടി വരും. സ്വാഭാവികമായും ആദ്യ പകുതിയിലെ കളി അറിഞ്ഞുകൊണ്ട് രണ്ടാം പകുതിയിലെ കളി നിശ്ചയിക്കാൻ അല്ലെങ്കിൽ തന്ത്രങ്ങൾ നിശ്ചയിക്കാൻ കോപ്പലിന് പ്രത്യേകം മിടുക്കുണ്ട് എന്നുള്ളത് നമ്മൾ പലഘട്ടത്തിൽ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആദ്യ പകുതിയിൽ തീർച്ചയായും ബ്ലാസ്റ്റേഴ്സ് അനുവർത്തിക്കേണ്ട തന്ത്രം ഡൽഹിയുടെ ആക്രമണങ്ങൾക്ക് അവസരം കൊടുക്കാതിരിക്കുക, മലൂദയുടെ കാലിൽ കൂടുതൽ സമയം പന്ത് നിൽക്കാതിരിക്കുക, ആ പന്ത് തൻ്റെ സഹകളിക്കാർക്ക് അദ്ദേഹം കൃത്യമായ രീതിയിൽ കൊടുക്കുന്നത് തടയുക, അല്ലെങ്കിൽ മലൂദയെ പൂട്ടുക എന്നുള്ളൊരു തന്ത്രം. ഒപ്പം തന്നെ മാർസലോനെയും കെയിൻ ലൂയിസിനെ പോലുള്ള താരങ്ങൾക്ക് വേഗത്തിൽ കളിക്കാനുള്ള അവസരം ഉണ്ടാകുക, അവർക്ക് വലിയ ഇടം കൊടുക്കാതിരിക്കുക എന്നുള്ളത് നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ആദ്യ പകുതിയിൽ ഗോൾ അടിക്കാൻ ശ്രമിക്കുക എന്നതിനേക്കാൾ കൂടുതൽ ഗോൾ വഴങ്ങാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു തന്ത്രമായിരിക്കും. പിന്നെ കിട്ടിയ അവസരങ്ങൾ, അതിനിടയിൽ കിട്ടുന്ന കൗണ്ടർ അറ്റാക്കിംഗ് അവസരങ്ങൾ മുതലെടുത്തുകൊണ്ട് ഗോൾ നേടുക എന്നുള്ളതും പ്രധാനമാണ്. അങ്ങനെ ഒരു തന്ത്രമായിരിക്കണം ബ്ലാസ്റ്റേഴ്സ് അവലംബിക്കേണ്ടത്. പിന്നീട് കളിയുടെ ഒരു അന്തിമഘട്ടത്തിലേക്കെല്ലാം കടക്കുമ്പോൾ കുറേ കൂടി ആക്രമണാത്മകമായ ഒരു ഫുട്ബോൾ കളിക്കാനുള്ള ഒരവസരമുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് വലിയ എതിർ ഗ്രൗണ്ടിലാണ് അടുത്ത മത്സരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ലീഡ് നേടേണ്ട ആവശ്യമാണ്. ആ ഘട്ടത്തിൽ മാത്രം അറ്റാക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കണം ഇന്ന് ഡൽഹിയെ പോലെ ശക്തമായ ആക്രമണ നിരയുള്ള ഒരു ടീമിനെതിരെ നല്ലത്. ഒപ്പം തന്നെ ഇന്ന് നമ്മുടെ താരങ്ങളുടെ ഫോമും നിർണായകമായിരിക്കുന്നു. ചിലപ്പോൾ മെഹ്താബ് ഹുസൈനെ പോലുള്ള താരങ്ങൾ ചില മത്സരങ്ങളിൽ വളരെ നന്നായി കളിക്കുന്നു, പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു അഗ്രസീവ് ഫുട്ബോൾ കളിക്കാൻ കഴിയാത്തത് നമ്മൾ കാണുന്നു. അപ്പോൾ അതിൽ നിന്നും ഒരു വ്യത്യാസം, അല്പമെങ്കിലും മാറ്റമുണ്ടാകുന്ന ഒരു രീതിയൂടെ വേണ്ടിയിരിക്കുന്നു. നമ്മുടെ മുന്നേറ്റ താരങ്ങൾ വല്ലാതെ പുറകോട്ട് ഇറങ്ങി വന്ന് അവർക്ക് മുന്നേറ്റത്തിനുള്ള അവസരം ഇല്ലാതാവുന്ന ഒരു സ്ഥിതി ഉണ്ടാകരുത്.
മെഹ്താബ് ഹുസൈനെ പോലുള്ള ഇഷ്വാഖിനെ പോലുള്ള താരങ്ങൾ കുറേ കൂടി അഗ്രസീവായ ഒരു ഫുട്ബോൾ കളിക്കുകയും എതിരാളികളെ കൂടുതൽ പിടിച്ചുകെട്ടുകയും ചെയ്യുന്ന ഒരു അവസരമാണ് ഉണ്ടാക്കേണ്ടത്. അത് ഇന്നത്തെ കളിയിൽ ബ്ലാസ്റ്റേഴ്സിന് ഏറെ നിർണായകമാണ്. ഒപ്പം തന്നെ കോപ്പൽ രണ്ടാം പകുതിയിലേക്ക് കരുതി വച്ചിരിക്കുന്ന തന്ത്രങ്ങൾ, ആദ്യ പകുതിയിലെ ഡൽഹിയുടെ നീക്കങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം നടത്തുന്ന തന്ത്രങ്ങളിലെ മാറ്റവും മറ്റും നിർണായകമാണ്. ഇന്ന് ആധുനിക ഫുട്ബോൾ ഓരോന്നും 90 മിനിറ്റും പൂർണ്ണമായും എന്ത് തന്ത്രമാണോ, പല രീതിയിലുള്ള എന്തെല്ലാം തന്ത്രങ്ങൾ മാറ്റി പരീക്ഷിക്കുന്നു, അതെല്ലാം കളിയിൽ വളരെ നിർണായകമാവുന്നതാണ്. അപ്പോൾ ഒപ്പം തന്നെ നമ്മളെല്ലാം പറഞ്ഞു വയ്ക്കുന്നതിനപ്പുറം കൊച്ചിയിലെ കാണികളുടെ ആവേശം കാലുകളിലേക്ക് ആവാഹിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയുകയാണെങ്കിൽ തീർച്ചയായും ഓരോ കളിക്കാരും അവരുടെ പരമാവധി തന്നെ ഇന്ന് ഗ്രൗണ്ടിൽ സമർപ്പിക്കാൻ തയ്യാറാകും. അതുതന്നെയാണ് ഇന്ന് ഗ്രൗണ്ടിൽ വേണ്ടത്. ഈ കാണികളുടെ ആവേശം നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളുടെ കാലുകളിലെത്തുകയും അവർ അവരുടെ പരമാവധി നൽകുകയും ചെയ്താൽ തീർച്ചയായും ഡൽഹിക്കെതിരെ നല്ല സാധ്യതയുണ്ട്. ഇപ്പോൾ ISL വെറും ഈ ഘട്ടത്തിൽ വലിയ വ്യത്യാസമൊന്നും ഈ ടീമുകൾക്ക് അവകാശപ്പെടാനില്ല. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ തന്നെ പാതി പിന്നിടുമ്പോൾ തന്നെ ഏറ്റവും താഴെയുള്ള ടീമിന് പോലും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവരാണ്. അത്തരമൊരു കളി കാണിക്കുക, തങ്ങളെ ഇത്രത്തോളം വിശ്വസിക്കുന്ന കാണികൾക്ക് മുന്നിൽ വളരെ ആവേശത്തോടു കൂടി കളിക്കാൻ തയ്യാറാവുക എന്നത് തന്നെയാണ് പ്രധാനം. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ആ ഒരു കാണികളുടെ ആവേശം ഉൾക്കൊണ്ട് കളിക്കട്ടെ എന്ന് തന്നെ നമുക്ക് കരുതാം. വലിയൊരു മത്സരം പ്രതീക്ഷിക്കുക. ഏതായാലും മുന്നേറ്റ നിര തന്നെയാണ്, മുന്നേറ്റവും പ്രതിരോധവുമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കരുത്ത്. മുന്നേറ്റ നിരയിലേക്ക് നമുക്ക് നോക്കിയാൽ CK വിനീതുണ്ട്, ഒപ്പം തന്നെ മുഹമ്മദ് റാഫിയുണ്ട്, കെവിൻ ബെൽഫോർട്ട് ഉണ്ട്. ഏതായാലും വിനീതും റാഫിയും അന്തിമ 11-ൽ കളിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. CK വിനീത്, മുഹമ്മദ് റാഫിയും അന്തിമ 11-ൽ കളിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പറേ അനസ് ഇടത്തൊടുക കൂടി ഡൽഹി നിരയിൽ കളിച്ചാൽ മലയാളികളുടെ മികച്ചൊരു പോരാട്ടം കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. മികച്ചൊരു പ്രതിരോധവും ഒപ്പം കുഴപ്പമില്ലാത്തൊരു മുന്നേറ്റ നിരയുമാണ് കേരളത്തിന്റെ കരുത്ത്. ഡൽഹി പോലുള്ള മികച്ച ടീമിനോട് പക്ഷേ എത്രമാത്രം പൊരുതി നിൽക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഫ്ലോറന്റ് മലൂദ് നയിക്കുന്ന അവരുടെ മധ്യനിര തന്നെയായിരിക്കും കളി നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. അതിനെ കേരളത്തിന്റെ പ്രതിരോധ നിര എങ്ങനെ തടയും? മലൂദയുടെ കാലുകളിൽ നിന്ന് മെനഞ്ഞു വരുന്ന നീക്കങ്ങളെ, മാർസലിനോ അടക്കമുള്ള സ്ട്രൈക്കർമാർ മുന്നോട്ട് കൊണ്ടുവരുന്ന പന്തിനെ എങ്ങനെ കേരളത്തിന്റെ പ്രതിരോധം തടയും എന്നുള്ളത് തന്നെയായിരിക്കും പ്രധാനപ്പെട്ട ചോദ്യം. ഒപ്പം തന്നെ ഡിസ്ട്രാക്റ്റീവ് ഫുട്ബോൾ ആണെങ്കിൽ പോലും കേരളത്തിന്റെ മധ്യനിരയും ഇന്ന് അവരുടെ കഴിവിനൊത്ത് അല്ലെങ്കിൽ അവരുടെ പരമാവധി പുറത്തെടുക്കേണ്ടി വരും. കേരളത്തിലെ 55,000-ഓളം വരുന്ന കൊച്ചിയിലെ കാണികൾക്ക് മുന്നിൽ അവരുടെ അർപ്പണബോധത്തിന് തീർച്ചയായിട്ടും ആ കാണികളുടെ പിന്തുണയ്ക്ക് മികച്ചൊരു അർപ്പണബോധം കൊണ്ട് തന്നെ മറുപടി കൊടുക്കേണ്ടി വരും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിക്കാർ. ഏതായാലും ബിനീഷ് ചേരുന്നു. ബിനീഷ്, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി സ്റ്റീവ് കോപ്പലിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ പറയുന്നത് ഒന്നാം പകുതിയിലെ കളി നിരീക്ഷിച്ചതിന് ശേഷം രണ്ടാം പകുതിയിൽ അതിനനുസരിച്ച് തന്ത്രങ്ങൾ മെനഞ്ഞു കൊടുത്ത് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക സ്റ്റൈൽ, ഒരു പരിശീലകന്റെ രീതി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, അതായത് ഡൽഹിയും അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ രീതിയിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നവരാണ്. കാരണം 10 പേരായി കളിച്ചിട്ട് കൊൽക്കത്തയെ രണ്ടാം പകുതിയിൽ സമനില പിടിച്ച ഒരു കളി മുന്നിലുണ്ട്. ഒപ്പം തന്നെ മുംബൈയെ 2 ഗോളുകൾക്ക് പുറകിൽ നിന്നതിന് ശേഷം 3 ഗോളുകൾ തിരിച്ചടിച്ച് തോൽപ്പിച്ച കളിയുണ്ട്. അത്തരത്തിലാണെങ്കിൽ ഡൽഹിയും ആ രീതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരാണ്. മനു, ആദ്യം തന്നെ നമ്മുടെ നാട്ടിലെ ഫുട്ബോൾ പ്രേമികളും എല്ലാവരും യൂറോപ്യൻ ഫുട്ബോളും വേൾഡ് ഫുട്ബോളൊക്കെ കണ്ടുവരുന്ന ആൾക്കാരാണ്. പക്ഷേ അവരൊന്നും കൂടുതൽ ഇതിനെ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഇപ്പോഴത്തെ വേൾഡ് ലെവൽ ഫുട്ബോളിൽ ഒരു കളിയിൽ തന്നെ, ഒരു ഹാഫിൽ തന്നെ പല ഫോർമേഷനും ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ സാംബ്രോട്ട ഏറ്റവും മികച്ച ഒരു ലോകോത്തര ഡിഫൻഡറാണ് നമ്മുടെ ഡൽഹിയുടെ കോച്ച്. അദ്ദേഹം കളിക്കുന്ന ഫുട്ബോളാണോ, അദ്ദേഹം ടീമിനെ പരിശീലിപ്പിക്കുന്ന ശൈലി ഏതാണ്? ഏറ്റവും മികച്ച ഡിഫൻഡറായ ഒരു കോച്ച് പരിശീലിപ്പിക്കുന്നത് അറ്റാക്കിംഗ് ഫുട്ബോളാണ്. വളരെ അവരുടെ കോച്ചിൻ്റെ വാക്കുകൾ തന്നെ പറയുന്നത് അറ്റാക്ക് ഈസ് ദ ബെസ്റ്റ് ഡിഫൻസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവർ എപ്പോഴും അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെ കളിക്കാൻ താല്പര്യപ്പെടുന്നു. അതിന് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റീവ് കോപ്പലിന് എന്താണ് സംഭവിച്ചത്? സ്റ്റീവ് കോപ്പലിന് കിട്ടിയിരിക്കുന്ന താരങ്ങളെ വെച്ചാണ് അദ്ദേഹം ഒരു ടീമിനെ ഓരോ കളിക്കും പ്രത്യേക ഫോർമേഷൻ ഉണ്ടാക്കുന്നു, എതിർ ടീമിനെ അനുസരിച്ച് ഫോർമേഷൻ ഉണ്ടാക്കുന്നു, എതിർ ടീമിൻ്റെ അന്നത്തെ ദിവസത്തെ പെർഫോമൻസിനെ നോക്കിയിട്ട് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഡൽഹി ഉണ്ടാക്കിയതും അത് തന്നെയാണ്. അവർക്ക് കിട്ടിയേക്കുന്നത് കിങ് ലൂയിസ്, ഇന്ത്യൻ പ്ലെയറിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു വിങ്ങറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതേസമയം തന്നെ മാർസലോ പെരേര എത്ര മികച്ച ഫിനിഷിംഗ് ആണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. 9 ഗോളുകൾ ഇതുവരെ നേടിയിരിക്കുന്നു.
അതുപോലെ തന്നെയാണ് റിച്ചാർഡ് ഗാഡ്സെ ഒരു നിമിഷം ബിനീഷ് തുടരുക. ഇപ്പോൾ ടീം ഉടമ സച്ചിൻ തെണ്ടുൽക്കർ ഗ്രൗണ്ടിലേക്ക് എത്തുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അദ്ദേഹത്തിന്റെ വണ്ടിയാണ് ഇപ്പോൾ ഇതാ സ്റ്റേഡിയത്തിന് ഫ്രണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സും കൊച്ചിയും ഏറ്റവും അധികം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരിക്കും. സച്ചിനെ കുടുംബ സമേതമാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. അതായത് സച്ചിൻ തന്നെയാണ് എത്തിയിരിക്കുന്നത്. വലിയ ആവേശം കൊച്ചിയിൽ. Let them play. Okay. What will come on and hold on. Is it 50 shot? ഒരു മിനിറ്റ് സാർ. ഓക്കെ അല്ലേ? വലിയ ആവേശ കാഴ്ചയാണ് കൊച്ചിയിൽ കാണാൻ കഴിഞ്ഞത്. സച്ചിൻ എത്തിയിരിക്കുന്നു. ലെറ്റ് ദം പ്ലേ, അവർ കളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സച്ചിൻ ഗ്രൗണ്ടിലേക്ക് കയറിയിരിക്കുന്നു. ആരാധകരുടെ കൂടെ സെൽഫിക്കടക്കം പോസ്റ്റ് ചെയ്താണ് സച്ചിൻ ഗ്രൗണ്ടിലേക്ക് പോയിരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും ഒപ്പം ഉണ്ടായിരുന്നു. ഏതായാലും വലിയ സന്തോഷം ആരാധകർക്കും ഒപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഴുവൻ കളിക്കാർക്കും. സമീർ നൽകും കൊച്ചിയിൽ നിന്ന് സച്ചിൻ എത്തിയപ്പോഴത്തെ ആ ഒരു നിമിഷത്തെക്കുറിച്ച് പറയാൻ. സമീർ, സച്ചിൻ എത്തിയിരിക്കുന്നു ഗ്രൗണ്ടിലേക്ക്, ടീമിന്റെ ഉടമ. ഇതിഹാസം, എങ്ങനെയായിരുന്നു കൊച്ചി പ്രതികരിച്ചത്? സമീർ, കേൾക്കാമോ? മത്സരം തുടങ്ങാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ഉള്ളത്. ബ്ലാസ്റ്റേഴ്സിന്റെ ടീം ഉടമ സച്ചിൻ ടെണ്ടുൽക്കറും ഇപ്പോൾ എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അഞ്ജലിക്കൊപ്പമാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഈ വലിയ മഞ്ഞക്കടൽ തീർക്കുന്ന ആരാധകർക്ക് കൂടുതൽ ആവേശം പകരുന്ന ഒരു സാന്നിധ്യമാണ് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റേത്. കളത്തിലെ താരങ്ങൾക്കും അത് നൽകുന്ന പ്രചോദനം ചെറുതല്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ നിർണായകമായ മത്സരത്തിൽ താരങ്ങളെ ഒരുപോലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെയും ഒരുപോലെ സന്തോഷിപ്പിക്കുന്നതിനും ആവേശത്തിലേക്ക് ആഴ്ത്തുന്നതിനും വേണ്ടിക്കൊണ്ടാണ് സച്ചിൻ ടെണ്ടുൽക്കർ എത്തിയിരിക്കുന്നത്. ഈ നിർണായക മത്സരത്തിൽ അവർക്ക് താരങ്ങൾക്ക് എത്രമാത്രം ഊർജ്ജം നൽകാൻ കഴിയുമോ അത്രമാത്രം ഊർജ്ജം നൽകുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സച്ചിൻ ടെണ്ടുൽക്കറും എത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ മത്സരത്തിൻ്റെ അവസാന 11 പ്രഖ്യാപിക്കുമ്പോൾ ഇന്ന് 2 മലയാളി താരങ്ങളാണ് ആദ്യ 11-ലുള്ളത്. മധ്യനിരയിൽ CK വിനീതും മുന്നേറ്റ നിരയിൽ മുഹമ്മദ് റാഫിയും ടീമിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ മത്സരത്തിൽ നമുക്ക് അറിയാം റിനോ ആൻഡോ കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ജോസു തിരിച്ചു വന്ന ഒരു സാഹചര്യത്തിൽ, ഹോസുവിൻ്റെ പരിക്കെല്ലാം മാറി തിരിച്ചു വന്ന സാഹചര്യത്തിൽ ഇന്നത്തെ ഈ മത്സരത്തിൽ ഹോസു ആയിരിക്കും ലെഫ്റ്റ് ബാക്ക് കളിക്കുന്നത്. സെഡ്രിക് മാർക്കി താരം ആരൻ ഹ്യൂഗ്സ്, സെഡ്രിക് എംബർട്ട്, അതോടൊപ്പം തന്നെ സന്ദേശ് ചിങ്ങാൻ, ഹോസു, ഈ 4 പേർ തന്നെയാണ് ഇന്നത്തെ പ്രതിരോധം കാക്കാൻ എത്തുന്നത്. മറ്റ് താരങ്ങൾ ഇപ്രകാരമാണ്: ബൽഫോർട്ടും അതോടൊപ്പം തന്നെ മെഫ്താ ഹുസൈന്, മറ്റേ ഡെക്കൻസ് നെസൻ, അതോടൊപ്പം അസ്രാഖ് മുഹമ്മദ് എന്നിവരും ടീമിൽ എത്തുമ്പോൾ ഇന്നത്തെ ഈ ഗോൾവല കാക്കാനെത്തുന്നത് സന്ദീപ് നന്ദിയാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം കൂടിയുണ്ട്. നമുക്കറിയാം പല നിർണായക മത്സരങ്ങളിലും ഗ്രാം സ്റ്റാക്കിനെ മാറ്റി നിർത്തിക്കൊണ്ട് സ്റ്റീവ് കോപ്പർ പരീക്ഷിച്ച് സന്ദീപ് നന്ദിയായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു തിളക്കം സന്ദീപ് നന്ദി എപ്പോഴും കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ മികച്ച പ്രകടനം തന്നെയാണ് ഇന്നത്തെ ഈ നിർണായക മത്സരത്തിലേക്ക്, ഇന്നത്തെ ഈ മത്സരത്തിന് ഗോൾ വല കാക്കാൻ വേണ്ടി അദ്ദേഹത്തെ നിയോഗിച്ചത് എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ആവേശകരമായ മത്സരത്തിന് ഇനി മിനിറ്റുകൾ മാത്രം ശേഷിക്കെ വലിയൊരു ആവേശത്തിൽ തന്നെയാണ്, വലിയൊരു ആരവത്തിൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഉള്ളത്, കലൂർ സ്റ്റേഡിയം ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കിപ്പോൾ കാണുന്നത് പോലെ സച്ചിൻ ടെണ്ടുൽക്കറിനെ കാണുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ആരാധകർ ഇത്രമാത്രം ഇവിടെ തടിച്ചുകൂടിയിരുന്നത്. ഇവരിൽ പലർക്കും ഇപ്പോൾ ഇനി സ്റ്റേഡിയത്തിനകത്തേക്ക് കയറാൻ കഴിയില്ല എന്നുള്ള ഒരു ദുഃഖകരമായ കാര്യം കൂടി നമുക്ക് അവർ അറിയിച്ചിട്ടുണ്ട്, ഐസ്ലാധികർ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും 6 മണിയോട് കൂടെ ഇതിൻ്റെ പ്രവേശനം അവസാനിപ്പിച്ച ഒരു സ്ഥിതിയാണ് ഉള്ളത്. അതിൽ ക്യൂവിൽ നിൽക്കുന്നവരെ മാത്രം അകത്തേക്ക് കയറ്റുക, മറ്റുള്ള ആളുകളെ ആരും തന്നെ അകത്തേക്ക് കയറ്റേണ്ടതില്ല എന്നുള്ള നിലപാട് തന്നെയാണ്. അത് കർക്കശമായിട്ട് പാലിക്കും എന്നുള്ള കാര്യം ഐസ്ലാധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസിൻ്റെ സഹായത്തോടു കൂടെ സുരക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണമായും ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നിലപാട് തന്നെയാണ്. ഇനി ഇത്തരത്തിലുള്ള ഒരു അന്വേഷണ സംഭവങ്ങൾ, കഴിഞ്ഞ മത്സരത്തിലുണ്ടായതുപോലുള്ള അന്വേഷണ സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് എങ്കിൽ
ഇനി ഫൈനലിൻ്റെ വേദി കൂടിയാണ്. അതോടൊപ്പം തന്നെ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന അണ്ടർ-17 ലോകകപ്പിൽ വേദി കൂടിയാണ്. അത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങൾക്ക് വേദിയാവുന്ന കലൂർ സ്റ്റേഡിയത്തിൽ ഒരു അക്രമ സംഭവവും അന്വേഷണ സംഭവവും ഉണ്ടാകുന്നത് അത് വലിയ രീതിയിലുള്ള നാണക്കേടുണ്ടാക്കും. അതോടൊപ്പം തന്നെ ഈ പ്രധാന മത്സരങ്ങൾക്കുള്ള വേദി എന്നുള്ള നിലയിൽ നിന്ന് അത് മാറ്റപ്പെടാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഫിഫയുടെ മുന്നറിയിപ്പടക്കം വന്ന സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ വളരെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്നത്തെ മത്സരം. എന്തായാലും സമയം കൂടുതൽ കാഴ്ചകളിലേക്കും ആവേശങ്ങളിലേക്കും നമുക്ക് വരാം. നമ്മുടെ അതിഥികൾ തുടരുന്നുണ്ട്. ബിനീഷ്, സന്ദീപ് നന്ദീനെയാണ് ഇത്തവണ ഗോൾവാല കാക്കാൻ സ്റ്റീവ് കോപ്പൽ നിയോഗിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അസ്രാഖ് മെഹമ്മദ് മിഡ്ഫീൽഡിലോട്ട് വന്നപ്പോൾ ഒപ്പം തന്നെ മുന്നേറ്റ നിരയിൽ നമ്മുടെ ഹെയ്ത്തി ആ ഡബിൾ ഹെയ്ത്തിയുടെ 2 താരങ്ങൾ ബൽഫോർട്ടും നാസനും കൂടി വന്നപ്പോൾ ഒരു വിദേശ താരത്തെ ഒഴിവാക്കാൻ വേണ്ടി ആയിരിക്കാം സ്റ്റാക്കിനെ മാറ്റി നിർത്തിയത്. ഇന്നത്തെ നമ്മുടെ ഈ 11 എങ്ങനെ കാണുന്നു? ഇത് ഏകദേശം പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം അവർ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾക്ക് ഇന്ന് ജയിക്കാൻ വേണ്ടിയാണ് കേരളം കളിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അപ്പോൾ ഫോർമേഷനിൽ തന്നെ 4-3-3 നേരത്തെ നമ്മൾ ഉദ്ദേശിച്ചത് 4-3-3 ആണ്, ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഫോർമേഷനിൽ തന്നെ ഒരു മാറ്റം വരുത്തിയിരിക്കുകയാണ്. ചിലപ്പോൾ 4-4-1-1 എന്ന ഒരു ഫോർമേഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതിനർത്ഥം നാസോണിനെ അല്ലെങ്കിൽ ജർമ്മനെ നാസോണിനെ ഏറ്റവും മുന്നിൽ നിർത്തിക്കൊണ്ട് അതിന് തൊട്ട് പുറകിലായി മുഹമ്മദ് റാഫിയെ നിർത്തി അതിന് പുറകിൽ 4 പേര്. നേരത്തെ മനു സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ വരുന്നുണ്ട്. കാരണം ഈ ഗ്യാപ്പ് എന്ന് നേരത്തെ നമ്മുടെ പ്ലേയേഴ്സിനിടയിൽ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് നേരത്തെ മനു സൂചിപ്പിച്ചിരുന്നു. ആ ഗ്യാപ്പ് അടയാനുള്ള ഒരു സാധ്യത കൂടെ ഈ ഫോർമേഷനിൽ കാണുന്നുണ്ട്. 4-4-1-1 എന്നൊരു ഫോർമേഷൻ. അപ്പോൾ ഒരു ഫോറിൻ പ്ലെയറിനെ നമുക്ക് അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിരിക്കുന്നു. ഇവിടെ ഗോൾ കീപ്പർ സ്റ്റാക്കിനെ മാറ്റിക്കഴിഞ്ഞപ്പോൾ നന്ദീനെ ഇന്ന് ഇറക്കിയതും ആ ഒരു അഡീഷണൽ ഫോറിൻ പ്ലെയറിനെ ഫീൽഡിൻ്റെ അകത്ത് അദ്ദേഹത്തിനെ കൊണ്ട് ഒരു ഗുണം ഉണ്ടാക്കുക എന്നൊരു ടാക്ടിക്സ് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഫോർമേഷൻ ഒന്നുകൂടി ശക്തിപ്പെടുത്തിയിരിക്കുന്നു എന്ന് വേണം പറയാം. 4-4-1-1 എന്നൊരു ഫോർമേഷൻ ആയിരിക്കും. 2 പേര് അറ്റാക്കിങ്ങിന് മാത്രമായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കാം. മുഹമ്മദ് റാഫിയും നാസോണും ആയിരിക്കാം ആ 2 പേര്. വിനീതിനെ വിങ്ങിൽ തന്നെ കളിപ്പിക്കാനുള്ള സാധ്യതയാണ് ആ കാണുന്നത്. അതിനർത്ഥം വളരെ അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെയാണ് കോപ്പൽ തന്ത്രം മെനയുന്നത്. പക്ഷേ എതിർവശത്തും ഇങ്ങനൊരു തന്ത്രം ബ്ലാസ്റ്റേഴ്സ് മെനഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒരു മറുതന്ത്രം, അതാണ് ഞാൻ കുറച്ച് നേരത്തെ സൂചിപ്പിച്ചത്. ഇപ്പോഴത്തെ ലോക ഫുട്ബോളിൽ മിനിറ്റുകൾക്കകമാണ് ഫോർമേഷൻ ചേഞ്ചസ് വരുന്നത്. പലപ്പോഴും കാണികൾക്ക് പോലും മനസ്സിലാകാറില്ല എന്തൊക്കെയാണ് ഫോർമേഷൻ ചേഞ്ചസ് വരുത്തുന്നത്. എതിർ ടീമിൻ്റെ പ്രകടനത്തിനനുസരിച്ചിട്ട്, എതിർ ടീമിൻ്റെ മുന്നേറ്റങ്ങൾക്കനുസരിച്ചിട്ട്, അന്നത്തെ ദിവസത്തെ ഫോമിനനുസരിച്ചിട്ട് പോലും ആൾക്കാരെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് കേരളം 4-4-1-1 എന്നൊരു ഫോർമേഷൻ കളിക്കുകയാണെങ്കിൽ ഡൽഹിയും തീർച്ചയായിട്ടും നല്ലൊരു പ്ലാനിലായിരിക്കും. മിക്കവാറും അതൊരു 4-1-4-1 എന്നൊരു പ്രത്യേകതരം ഫോർമേഷൻ ആവാൻ സാധ്യതയുണ്ട് എന്ന് സാംബ്രോട്ട നമുക്കറിയാം, മികച്ച ഒരു ഡിഫൻഡറാണ്. അദ്ദേഹം ഇന്ന് ഗോൾ വഴങ്ങാതെ സൂക്ഷിക്കും എന്നുള്ളൊരു കാര്യം. നല്ലൊരു അറ്റാക്കിംഗ് ടീമാണ് ഡൽഹി. പക്ഷേ ഇന്ന് അവരുടെ ഒരു ഉദ്ദേശം ഗോൾ വഴങ്ങാതെ നോക്കുക എന്നുകൂടിയുള്ള ഒരു ഉദ്ദേശം കൂടിയുണ്ട്. അതുകൊണ്ട് ഡിഫെൻസീവിന് ഒരു ഡിഫൻസിൻ്റെ മുന്നിലായിട്ട് ഒരു എക്സ്ട്രാ ഒരു കവർ എന്ന രീതിയിൽ ഒരാളെ കളിപ്പിക്കാൻ സാധ്യതയുണ്ട്. അത് തന്നെയായിരിക്കാം ഡൽഹിയുടെ ഗെയിം പ്ലാൻ. ശരി, ഞാൻ വരാം. സുധേഷ് ഒപ്പം തന്നെ ബിനീഷ് തുടരുക. വളരെ വേഗത്തിൽ നമുക്ക് വരാം. സുധേഷ് ചേരുന്നുണ്ട്. സുധേഷ്, ഏകദേശം ഒരു ഫോർമേഷൻ, അതായത് അന്തിമ 11 വന്നിരിക്കുന്നത്. ഫോർമേഷൻ നമുക്ക് കൃത്യമായിട്ട് വ്യക്തമായിട്ടില്ല എങ്കിൽ പോലും നേരത്തെ ബിനീഷ് പറഞ്ഞതുപോലെ ഒരു പക്ഷേ 4-4-1-1 എന്ന രീതിയിലായിരിക്കാം ചിലപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഒരു പക്ഷേ നാസോൺ ആയിരിക്കാം മുന്നിൽ നിൽക്കുക, തൊട്ടുപുറകിൽ റാഫി വരുന്നു, വിനീതും ബെൽഫോർട്ടും ഇരുവശങ്ങളിലൂടെയും വരുന്നു. ആ ഒരു രീതിയിലേക്കായിരിക്കുമോ സ്റ്റീവ് കോപ്പൽ നീങ്ങുക? അല്ല, തീർച്ചയായും ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ കണ്ടാണ് ഹെങ്വർത്തും ജിങ്കാനും ഹ്യൂസും ഹൊസുവും കളിക്കുന്ന പ്രതിരോധം. ഒപ്പം തന്നെ മെഹമ്മദും മേത്താബ് ഹുസൈനും ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരായി കളിക്കുന്നു. വിനീതും ബെൽഫോർട്ടും വിങ്ങുകളിലൂടെ ആക്രമിക്കുന്നു. റാഫി അവർക്ക് തൊട്ട് മുന്നിലായി സ്ഥലം പിടിക്കുന്നു. അതിന് മുന്നിലായി നാസൺ. ഇത് തന്നെയാണ് വളരെ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് വളരെ ശക്തമാക്കുന്ന രീതിയിലുള്ള ഒരു കോമ്പിനേഷനാണ് അദ്ദേഹം കളിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രതിരോധത്തിന് മുന്നിലായി 4 പേരെ അണിനിരത്തി ഡൽഹിയുടെ മധ്യനിരയിലെ ആധിപത്യം അവിടെ നിന്ന് തകർക്കാനുള്ള ഒരു ശ്രമം. ഇഷ്വാഖ് അഹമ്മദിനെ പോലെ വേഗം കുറഞ്ഞ ഒരു താരത്തെ കൊണ്ട് ഡൽഹിയെ പോലുള്ള ശക്തമായ ഫാസ്റ്റായ ഫുട്ബോൾ കളിക്കുന്ന ടീമിനെതിരെ ബലം കാണില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗോൾ കീപ്പറായി നന്ദിയെ വെച്ച് സ്റ്റാക്കിനെ മാറ്റി
മെഹമ്മത്തിനെ പോലെ കരുത്തനായ ഒരു താരത്തെ, ഒരു ആഫ്രിക്കൻ താരത്തെ അദ്ദേഹം ഡിഫൻസീവ് മിഡ്ഫീൽഡറായി കൊണ്ടുവരുന്നു. മേത്താബ് ഹുസൈനും മെഹമ്മത്തും കൂടി ചേരുമ്പോൾ അല്പം കുറേ കൂടി സ്ട്രോങ് ആയ ഒരു കോമ്പിനേഷനാണ് അത്. ഡൽഹിയുടെ ഈ തുടക്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യ പകുതിയിൽ ഡൽഹിയുടെ കളി മുടക്കുക എന്നുള്ളൊരു തന്ത്രം തന്നെയാണ്. അതിനിടയിൽ കിട്ടിയ അവസരങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി അദ്ദേഹം നാസറിനെ മുന്നിൽ നിർത്തുന്നു. റാഫിക്ക് അത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കില്ലെങ്കിലും പലപ്പോഴും ആദ്യ പകുതിയിൽ ഒരു ഇറങ്ങി കളിക്കുന്ന ഒരു ഡ്യൂട്ടി ആയിരിക്കും. വിങ്ങുകളിലൂടെ വിനീതും ബെൽഫോർട്ടും നടത്തുന്ന ആക്രമണങ്ങളായിരിക്കണം പിന്നീട് നമുക്ക് ഗോൾ നേടാനുള്ള ഒരു സാധ്യത. എങ്കിൽ പോലും പ്രതിരോധത്തിലും അവർക്ക് മുന്നിലായും ആളുകളെ നിറച്ച് ഡൽഹിയെ തടയുക, ഡൽഹിയുടെ ആക്രമണങ്ങളെ മലൂദയ്ക്കും ഒപ്പം തന്നെ മഴ്സിലോനെയും മറ്റും തടയുക, ലൂയിസിനെയും പോലുള്ള താരങ്ങളെ തടയുക എന്നുള്ള ഒരു രീതിയാണ്. 4-4-1-1 എന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു ഫോർമേഷൻ. എന്നാൽ മറുപക്ഷത്ത് ഡൽഹി 4-1-4-1 എന്ന രീതിയിലാണ്. അവർ കുറച്ചുകൂടി അഗ്രസീവായ ഫുട്ബോൾ തന്നെ കളിക്കാൻ, അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെ കളിക്കാൻ ഉറപ്പിച്ചു വന്നിരിക്കുകയാണ്. പ്രതിരോധ നിരയിൽ 4 പേർക്ക് മുന്നിലായി ഒരു താരത്തെ നിർത്തിയിരിക്കുന്നു. വിദേശ താരം കളിക്കുന്നു. അവർക്ക് മുന്നിലായാണ് മലൂദയും ഒപ്പം തന്നെ മറ്റു മഴ്സിലോനോയും കെയ്ൻ ലൂയിസും മറ്റും കളിക്കുന്നത്. ഗഡ്സയെ മാത്രം ഒറ്റയ്ക്ക് ഒരു മുന്നിൽ ഫോർവേഡായി കളിപ്പിക്കുന്നു. കുറച്ചുകൂടി മധ്യനിരയിൽ നിന്നും അല്പം മുന്നിലായി ഈ 4 പേരാണ് നിർത്തിക്കൊണ്ട് അത്തരത്തിലൊരു അഗ്രസീവായ ഫുട്ബോൾ കളിക്കാൻ സാധ്യതയുള്ള ഫോർമേഷൻ നിരത്തിയിരിക്കുന്നു. അതിന് ബദലായ ഒരു തന്ത്രമാണ് നിലവിൽ കോപ്പൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ പകുതി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു കളി അല്ലെങ്കിൽ വളരെ അറ്റാക്കിംഗ് ആയ ഒരു ഫുട്ബോൾ ചിലപ്പോൾ കണ്ടില്ലെന്ന് വരാം. എന്നാൽ ഇത് നിലവിലെ ഡൽഹിയുടെ കരുത്തും മറ്റും അറിഞ്ഞുകൊണ്ടുള്ള ഒരു തന്ത്രം തന്നെയാണ്. ഇന്നത്തെ കേരളത്തിൻ്റെ കോപ്പലിന് കൈവശമുള്ള കളിക്കാരെ വെച്ച് അണിനിരത്തിയിരിക്കുന്ന നല്ലൊരു ഫോർമേഷനാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സന്ദീപ് നന്ദിക്ക് പിഴവ് പറ്റാതെ നോക്കുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനം. നന്ദിയെ നമ്മൾ മാറ്റി പരീക്ഷിക്കുന്നു. അദ്ദേഹം ചില മത്സരങ്ങളിൽ തിളങ്ങാതെ പോയത് നമ്മൾ കണ്ടതാണ്. അത്തരം പിഴവുകൾ അദ്ദേഹത്തിൽ നിന്നുണ്ടാവരുത്. എന്തുകൊണ്ടെന്നാൽ ഗോളിക്കൊരു പിഴവ് പറ്റിക്കഴിഞ്ഞാൽ അതറിയാം മൊത്തം മറ്റ് 10 കളിക്കാരെയും ബാധിക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഈ രീതിയിൽ ഒരു കോമ്പിനേഷൻ ഡൽഹിയുടെ നീക്കങ്ങൾ തടുക്കാനുള്ള ഒരു തന്ത്രമാണ് അദ്ദേഹം ആവിഷ്കരിക്കുന്നത്. അതിനിടയിൽ കിട്ടുന്ന അവസരങ്ങളിൽ നല്ല കൗണ്ടർ അറ്റാക്കിംഗ് നടത്താൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിലവിൽ ആദ്യ പകുതിയിൽ ഈ ഒരു തന്ത്രം തന്നെയായിരിക്കും കോപ്പൽ ആവിഷ്കരിക്കുക. ക്രമേണ കളി പുരോഗമിക്കുമ്പോൾ ചിലപ്പോൾ തന്ത്രങ്ങളിൽ മാറ്റം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ജർമ്മനെ പോലുള്ള നല്ല താരങ്ങൾ പുറത്തിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സാധ്യതയില്ലെങ്കിലും ചില മാറ്റങ്ങൾക്കുള്ള വകകളൊക്കെ അദ്ദേഹത്തിന് കയ്യിലുണ്ട്. അപ്പോൾ ഈ തന്ത്രം നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ ഡൽഹിയുടെ ആക്രമണത്തെ തൽക്കാലം ഒതുക്കി നിർത്തുക എന്നുള്ളത് തന്നെയാണ് കോപ്പൽ ആവിഷ്കരിച്ചിരിക്കുന്ന തന്ത്രം. ശരി. ഒപ്പം തന്നെ ബിനീഷ്, ഇവിടെ നമ്മുടെ സ്റ്റീവ് കോപ്പൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു കോമ്പിനേഷൻ, അതായത് ഈ ഹൈത്തി ഡിയോ പ്ലസ് കേരളം, അതായത് ബെൽഫോർട്ട്, നാസോൺ, റാഫി, വിനീത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വിഭവങ്ങളെ തൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഉപയോഗിക്കുന്നു. എങ്കിൽ പോലും ആ ഒരു വിശ്വാസത്തിൻ്റെ കൃത്യമായ ഒരു മറുപടി അവരിൽ നിന്ന് ഈ കോച്ചിന് കിട്ടുന്നുണ്ടോ? വിനീത് ഗോൾ അടിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ബെൽഫോർട്ടിനൊന്നും മികച്ച നീക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഒരു ഫിനിഷിംഗിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. സ്റ്റീവ് കോപ്പൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും ഇന്ന് പുറത്തേക്ക് എടുത്തിട്ടിരിക്കുകയാണ്. കാരണം ഇതിൽ കൂടുതൽ ആയുധം ഇനി കരുതി വെക്കണ്ട എന്നുള്ള നിലയിലാണ് അദ്ദേഹം ഇന്ന് ഉള്ള ഫോർവേഡ്സിനെയും സ്ട്രൈക്കേഴ്സിനെയും എല്ലാം കളത്തിലിറക്കിയിരിക്കുകയാണ്. പക്ഷേ അതിനൊപ്പം തന്നെ വളരെ നിർണായകമായ ഒരു തീരുമാനം കൂടി അദ്ദേഹം എടുത്തിരിക്കുകയാണ്. അത് എത്രത്തോളം വിജയിക്കുമെന്നത് സുധേഷ് പറഞ്ഞത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ്. സന്ദീപ് നന്ദി നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ അവസാന ഭാഗങ്ങളിൽ വന്ന് നിൽക്കുകയാണ്. കുറേ മാച്ചുകൾ തുടർച്ചയായിട്ട് ഇപ്പോൾ പെർഫോം ചെയ്തിട്ടില്ല. സ്റ്റാക്കാണ് നിൽക്കുന്നത്. സ്റ്റാക്ക് ആണെങ്കിൽ വളരെ മികച്ച രീതിയിൽ ഫോമിൽ നിൽക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ തീരുമാനം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്തുകൊണ്ടും കേരളത്തിന് ഇന്ന് അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കണം. സ്ട്രൈക്കേഴ്സായിട്ട് എക്സ്ട്രാ ഒരാൾ ആഡ് ചെയ്യുന്നതിൽ തെറ്റില്ല. കേരളത്തിൽ നിന്ന് ജയിച്ചേ പറ്റൂ. അതോടൊപ്പം തന്നെ ഈ ഗോൾ കൺസീഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തന്ത്രവും കൂടി ഇതിനകത്ത് എടുക്കേണ്ടിയിരുന്നു. കാരണം 4 ഡിഫൻസ് നമുക്കറിയാം, വളരെ നീറ്റായിട്ട് കളിക്കുന്ന ഏറ്റവും വിശ്വസ്തരായ ഡിഫൻസാണ് കേരളത്തിനുള്ളത്. പക്ഷേ ഡിഫൻസിൻ്റെ മുന്നിൽ നിന്നും പോസ്റ്റിലേക്ക് ഒരു ഷോട്ട് ഉതിർത്ത് കഴിഞ്ഞാൽ അതിന് ഡിഫൻസിന് നമുക്ക് ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. കാരണം സന്ദീപ് നന്ദി നമുക്കറിയാം പലപ്പോഴും റീബൗണ്ട് ബോളുകൾ, അതായത് ഗ്രിപ്പ് ചെയ്യാൻ ബോൾ, ഒരു ഗോൾ കീപ്പറുടെ ഏറ്റവും മികച്ച കഴിവ് എന്ന് പറഞ്ഞാൽ ബോൾ ഗ്രിപ്പ് ചെയ്യലാണ്. ആ ഗ്രിപ്പിങ്ങിൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മിസ്പ്ലേസ് ആയി പോകുന്നത് കാണാറുണ്ട്. വളരെ കർക്കശക്കാരായ, കണ്ണിങ് ആയ, ഇൻ്റലിജൻ്റ് ആയ സ്ട്രൈക്കേഴ്സാണ് ഡൽഹിക്കുള്ളത്. ഒരു ചെറിയ ഒരു പിഴവ് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു
ഹാഫ് ചാൻസ് പോലും മുതലാക്കാൻ കഴിവുള്ള താരങ്ങളാണ് ഡൽഹിക്കുള്ളത്. അതുകൊണ്ട് ഡിഫൻസിന് ഒന്നും കൂടി കരുതിയിരിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡിഫൻസും ഇപ്പോഴത്തെ സ്റ്റാക്കും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഫുട്ബോളിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഏറ്റവും ആവശ്യം അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഒരു പ്ലെയറിനെ, അതുപോലെ ഗോൾ കീപ്പറാണ് ഒരു ഫീൽഡ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്, ഒരു കളിയെ, ഒരു ടീമിനെ നിയന്ത്രിക്കാൻ പറ്റുന്നത്. ക്രിക്കറ്റിൽ ക്യാപ്റ്റനാണ് ഏറ്റവും കൂടുതൽ റോളെങ്കിൽ ഫുട്ബോളിന് ക്യാപ്റ്റനെക്കാട്ടിയും റോള് ഒരു ഗോൾ കീപ്പർക്കാണ്. ഗോൾ കീപ്പറാണ് ഒരു ടീമിനെ ലീഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിനാണ് ഒരു ഫീൽഡ് മുഴുവൻ കാണാൻ സാധിക്കുന്നത്. അയാളുടെ ഗൈഡൻസ് പോലെ ഇരിക്കും ആ ടീമിൻ്റെ പെർഫോമൻസ്. ഇതുപോലത്തുള്ള ഒരു നിർണായക മാച്ചിൽ സന്ദീപ് നന്ദി എങ്ങനെ ഈ ടീമിനെ ഗൈഡ് ചെയ്യും, ഡിഫൻസിനെ എങ്ങനെ പൊസിഷൻ ചെയ്യും, ഡിഫൻസിനെ എങ്ങനെ കയറ്റി കളിപ്പിക്കും, ഇതൊക്കെ വളരെ നിർണായകമാണ്. കോച്ച് എടുത്ത ഒരു തീരുമാനം വളരെ ഒരു എന്താ പറയുക, ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു തീരുമാനം തന്നെയാണ്. അദ്ദേഹം ഉദ്ദേശിച്ചത് ഇത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്ന് ജയിക്കേണ്ട കളിയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളെയും പുറത്തേക്ക് എടുക്കുക. അതാണ് നേരത്തെ പറഞ്ഞ റാഫി നാസോൺ. ഈ രണ്ട് പേരെയും ഫ്രണ്ടിലേക്ക് ഇട്ടതിന് ഒരു ചാൻസ്, ഒരു വിങ്ങുകളിലൂടെ അറ്റാക്ക് കളിക്കാൻ താല്പര്യമുള്ള ഒരു കോച്ചാണ് സ്റ്റീവ് കോപ്പൽ. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആയുധമാണ് മുഹമ്മദ് റാഫി. ഏരിയൽ ബോളിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഏറ്റവും നല്ല സ്കോറിംഗ് കപ്പാസിറ്റിയും കഴിഞ്ഞ ISL തന്നെ നമ്മൾ കണ്ടതാണ്. റാഫി നേടിയ 4 ഗോളുകളും ഹെഡറിലൂടെ ആയിരുന്നു, മികച്ച ഗോളുകളായിരുന്നു. അതുകൊണ്ട് ഇന്ന് ക്രോസ് ബോളിന് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. റാഫിക്ക് മുന്നിലായി നാസോണിനെ കളിപ്പിക്കുന്നു. ഇത് രണ്ടും ഒരു ക്രോസ് ബോളിന് സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഗോൾ കീപ്പറുടെ ഇന്നത്തെ പെർഫോമൻസും കൂടി നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ശരി ബിനീഷ്, സുധേഷ്, ഏതായാലും ആവേശപ്പോരിലേക്ക് കൊച്ചി വളരെ അടുത്ത സമയത്തിനുള്ളിൽ തന്നെ കടന്നു കയറും. അല്പസമയത്തിനകം തന്നെ കിക്ക് ഓഫ് നടക്കും. ഏതായാലും വലിയ ആവേശത്തിലാണ് കൊച്ചി. സച്ചിൻ അടക്കമുള്ള വലിയ ആളുകൾ, VIP-കളൊക്കെ എത്തിയിരിക്കുന്നു. അങ്ങനെ എന്തുകൊണ്ടും കളത്തിന് പുറത്തുമൊക്കെ വലിയ ആവേശം തന്നെയാണ്. ഇപ്പോൾ സമീർ കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. സമീർ, അന്തിമ 11 പ്രഖ്യാപിച്ചിരിക്കുന്നു. അന്തിമ 11 ഒപ്പം തന്നെ ഒരു അവസാന നിമിഷത്തിലാണ് ഈ ഗാലറിയൊക്കെ ഏകദേശം തന്നെ ഫുള്ളായി കഴിഞ്ഞു. എന്താണ് ഒരു അവസ്ഥ? നിത അംബാനി കൂടി എത്തിയിരിക്കുന്നു. ISL-ന്റെ ചെയർപേഴ്സൺ നിത അംബാനി, അവർ കൂടി ഇതാ കൊച്ചിയിലേക്ക് മത്സരം കാണാൻ വേണ്ടി VIP-കളുടെ നിരയിലേക്ക്. സച്ചിനും ഭാര്യയും നേരത്തെ എത്തിയിരുന്നു. ഇപ്പോൾ നിത അംബാനി കൂടി വരുമ്പോൾ വലിയ VIP-കളുടെ നിര തന്നെയാണ് ഇന്ന് കൊച്ചിയിൽ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിർണായകമായ ഫസ്റ്റ് ലെഗ് സെമി ഫൈനൽ കാണാൻ വേണ്ടി, ഡൽഹിക്കെതിരായ മത്സരം കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ഫൈനൽ കൂടി നടക്കുന്ന വേദിയാണ് കൊച്ചി. അതുകൊണ്ട് തന്നെയാണ് നിത അംബാനി അടക്കമുള്ളവർ ഇന്ന് എത്തിയിരിക്കുന്നത്. സമീർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകാനായി. സമീർ, ഇപ്പോൾ ഇതാ നിത അംബാനി കൂടി എത്തിയിരിക്കുന്നു. VIP-കളുടെ ഒരു വലിയ നിര കൊച്ചിയിൽ എത്തിയിരിക്കുന്നു ആവേശം പകരാനായി. ഗാലറിയിൽ സച്ചിൻ ഉണ്ടാകും, കാണികളുടെ ഒപ്പം തന്നെ ടീമിന്റെയും പ്രധാനപ്പെട്ട ഒരു ഇൻസ്പിറേഷനായി, പ്രചോദകനായി. എങ്ങനെ കാണുന്നു കൊച്ചിയിലെ അവസാനവട്ട നിമിഷങ്ങളെ? മനു, വളരെ ആവേശകരമായ മത്സരത്തിന് കൂടുതൽ പകിട്ട് ഏർന്നുകൊണ്ടുകൊണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ, ഭാര്യ അഞ്ജലി, അതോടൊപ്പം തന്നെ ISL ചെയർപേഴ്സൺ നിത അംബാനി തുടങ്ങി നിരവധി പ്രമുഖർ, അതോടൊപ്പം തന്നെ മന്ത്രി KT ജലീൽ തുടങ്ങിയിട്ടുള്ള നിരവധി പ്രമുഖരുടെ സാന്നിധ്യം തന്നെയാണ് ഇന്നത്തെ ഈ മത്സരം സാക്ഷ്യം വഹിക്കാൻ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ ഏറെ നിർണായകമായിട്ടുള്ള മത്സരം, സെമി ഫൈനൽ ആണെങ്കിൽ കൂടി ഇതൊരു ഫൈനലിൻ്റെ പ്രതീതി തന്നെയാണ് കൊച്ചിയിൽ എമ്പാടുമുള്ളത്. പ്രത്യേകിച്ചും ഇന്നത്തെ എത്തിയിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെല്ലാം തന്നെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. കഴിഞ്ഞ 5 മത്സരങ്ങൾ തുടർച്ചയായി ഹോം മത്സരങ്ങൾ വിജയിച്ചതിൻ്റെ ആത്മവിശ്വാസം ടീമിനുമുണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇന്ന് ഡൽഹിക്കെതിരെ ഇറങ്ങുന്നത്. കൊച്ചിയിൽ നടന്ന ആദ്യ മത്സരത്തിൽ, ഡൽഹിക്കെതിരെ നടന്ന മത്സരത്തിൽ ഗോൾ രഹിത സമനിലയിലാണ് അവസാനിച്ചിരുന്നത്. എന്നാൽ ഇതേ മത്സരത്തിൽ ഡൽഹിയോട് 2 ഗോളുകൾക്ക് പരാജയപ്പെടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പരാജയപ്പെട്ടതിൻ്റെ ഒരു പശ്ചാത്തലം കൂടെ നിലനിൽക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ മത്സരത്തിൻ്റെ ഈ ഒരു നിർണായകമായിട്ടുള്ള ഈ സെമി ഫൈനലാണ് എന്നുള്ളതിൻ്റെ ആ ഒരു ഉത്തരവാദിത്ത ബോധവും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഉതകുന്ന ആ ഒരു മത്സരം തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. വളരെ കരുതലോടുകൂടി തന്നെയാണ് ഇന്നത്തെ മത്സരത്തെ താരങ്ങൾ കാണുന്നത്. കോച്ച് സ്റ്റീവ് കോപ്പലും കാണുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം കാണിച്ച ആ ഒരു ആധിപത്യം ഇന്നത്തെ ഈ ഒരു മത്സരത്തിലും കാഴ്ചവെക്കാൻ കഴിയുമെന്നും നല്ല മാർജിനുള്ള വിജയത്തോടു കൂടി തന്നെ ബ്ലാസ്റ്റേഴ്സിന് അടുത്ത സെമിഫൈനലിന് ഡൽഹിയിലെത്തുമ്പോൾ ഇന്നത്തെ ഈ മത്സരത്തിൽ നല്ല മാർജിന് വിജയിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് നില ഭദ്രമാക്കാം. അങ്ങനെയെങ്കിൽ അടുത്ത മത്സരത്തിൽ സമനിലയോ അല്ലെങ്കിൽ ചെറിയ മത്സരത്തിൽ പരാജയപ്പെടുകയോ ചെയ്താൽ പോലും അവർക്ക് ഫൈനൽ കളിക്കാം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ മത്സരത്തിനുള്ള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ ഉത്തരവാദിത്തം. ആ ഒരു ഉത്തരവാദിത്തം അവർക്ക് നിറവേറ്റാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് 1.5 ലക്ഷത്തോളം വരുന്ന ആരാധകർക്ക് ഉള്ളത്. ഇന്ന് മഞ്ഞക്കടലായി ഇരമ്പുന്ന ഈ സ്റ്റേഡിയത്തിലെ ആരാധകരെല്ലാം തന്നെ
തന്നെ ഇപ്പോൾ അകത്തേക്ക് കയറിയ ആ ഒരു സന്തോഷത്തിൽ തന്നെ അവർ പുറത്തേക്ക് വരാൻ കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ ഭാഗത്തുനിന്ന് ഇന്നലേക്ക് അതുമായി ബന്ധപ്പെട്ട് CK വിനീതടക്കം ആ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയതാണ്. ടീം ഫുൾ ഫിറ്റാണ്, അതോടൊപ്പം ആർക്കും സസ്പെൻഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും എല്ലാം തികഞ്ഞ ഒരു ടീം ഒത്തിണക്കത്തോടു കൂടെ ഇന്ന് അവർക്ക് അത് കളിക്കളത്തിലും കാണിക്കാൻ കഴിഞ്ഞാൽ ഇന്ന് നല്ല മാർജിനും നല്ല മാന്യമായ വിജയത്തോടു കൂടെ തന്നെ അവർക്ക് നില ഭദ്രമാക്കാൻ കഴിയും. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹോം മത്സരങ്ങളിലെല്ലാം അവർ കാണിച്ചിട്ടുള്ള അവരുടെ ഒരു ആധിപത്യം ഇന്നത്തെ ഈ ഒരു മത്സരത്തിലും അവർ കാണിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഗാലറിയിൽ നിന്നുള്ള ഓരോ ആർപ്പുവിളിയും അതോടൊപ്പം ഓരോ കയ്യടിയും അവർക്ക് നൽകുന്ന ആത്മവിശ്വാസം വലുതാണ്. ആ ആത്മവിശ്വാസം അവർ ഊർജ്ജമായി മാറ്റിക്കൊണ്ട് ഗോൾ അടിച്ചുകൊണ്ട് നല്ല രീതിയിൽ വിജയവുമായിട്ട് അവർ ടീമിൻ്റെ ഈ കാണികളുടെ ആരാധകരുടെയൊക്കെ പ്രതീക്ഷ കാക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. എന്തായാലും മത്സരം തുടങ്ങാൻ ഇനി കൃത്യം അരമണിക്കൂർ മാത്രമാണ് ഉള്ളത്. സ്റ്റേഡിയത്തിനകത്തേക്ക് ഏറെക്കുറെ ഇതിനോടകം തന്നെ 6 ലക്ഷത്തിലധികം പേർ ഇതിനോടകം തന്നെ അകത്ത് കയറിയിട്ടുണ്ട്. ഇനി ഏതാനും പേർക്ക് ഇപ്പോൾ പുറത്തു നിൽക്കുന്നവർക്ക് തന്നെ ഇനി ഈ മത്സരം കാണാൻ കഴിയാത്തവരാണ്. അവർ സച്ചിനെ പുറത്തുനിന്ന് കാണുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പലരും എത്തിയത്. മറ്റൊന്ന് 6 മണിയോട് കൂടെ തന്നെ എല്ലാ ഗേറ്റുകളും ഏറെക്കുറെ അടച്ചു എന്നതുകൊണ്ട് ആ സമയത്ത് വരിയിൽ നിന്നവർക്ക് മാത്രം അകത്തേക്ക് പ്രവേശനം നൽകുകയും മറ്റുള്ളവരുടെ പ്രവേശനം നിഷേധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള വലിയ ഒരു മുൻകരുതൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ISL അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. അതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള ഒരു നടപടി. 3:30 മുതൽ 6 മണി വരെയായിരുന്നു പ്രവേശനം അനുവദിച്ചിരുന്നത്. അതിനുശേഷം ആരെയും തന്നെ പ്രവേശനം അനുവദിക്കുന്നില്ല. ഇപ്പോൾ പ്രമുഖരായിട്ടുള്ള VIP-കളെല്ലാം തന്നെ സ്റ്റേഡിയത്തിൽ എത്തി. ഇനി ഒരു വളരെ ആവേശകരമായിട്ടുള്ള കാത്തിരിപ്പ്, അരമണിക്കൂറിൻ്റെ കാത്തിരിപ്പ്, അതിനുശേഷമായിരിക്കും കിക്ക് ഓഫ്. എന്തായാലും നമുക്കറിയാം ആദ്യം കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ പതിയെ മങ്ങിയാണ് തുടങ്ങിയത്. ശരി, ഞാൻ വരാം സമീറിലേക്ക് വളരെ വേഗത്തിൽ വരാം. അവിടുത്തെ ആരാധകരുടെ കാഴ്ചകളൊക്കെ നമുക്ക് ഇനിയും കാണേണ്ടതുണ്ട്. കാരണം ഇനി മത്സരത്തിന് കിക്ക് ഓഫ് ആകാൻ വെറും അരമണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 6 മണിയോടെ തന്നെ ഗേറ്റുകളെല്ലാം അടച്ചതിനാൽ ഏകദേശം കാണികളെല്ലാം സ്റ്റേഡിയത്തിന് ഉള്ളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ കുറച്ചെങ്കിലും ആളുകൾക്ക് 6 മണിക്ക് ശേഷം വന്നവർക്ക് അവരുടെ സീറ്റുകൾ നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചില അനിഷ്ട സംഭവങ്ങളൊക്കെ കൊച്ചി സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കനത്ത തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ 7 മണി വരെ കാണികൾക്ക് പ്രവേശിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ നോർത്ത് ഈസ്റ്റിനെതിരായ മത്സരത്തിൽ ചില അനിഷ്ട സംഭവങ്ങൾ ഗാലറിയിൽ നടന്നു. അതിനെ തുടർന്നാണ് കർശനമായ ഒരു നിയന്ത്രണത്തിലേക്ക് പോലീസ് എത്തേണ്ടി വന്ന ഒരു സാഹചര്യവും. നമ്മുടെ അതിഥികൾ തുടരുന്നുണ്ട് സ്റ്റുഡിയോകളിൽ. ബിനീഷിനോടാണ് ചോദിക്കാനുള്ളത്. അതായത് അന്തിമ 11 വന്നപ്പോൾ അനസ് ഡൽഹി ടീമിലും വിനീതും റാഫിയും കേരളത്തിന് വേണ്ടിയും കളിക്കുന്നുണ്ട്. ഈ 3 മലയാളി താരങ്ങൾ അവർ പരസ്പരം എതിര് വരുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ കാത്തിരിക്കുക? പ്രത്യേകിച്ചും ബിനീഷിനൊക്കെ അവരെ വ്യക്തിപരമായിട്ടും അല്ലാതെയും ഒക്കെ അടുത്തറിയാവുന്ന ആളുകൾ കൂടിയാണ്. മനു, ഫുട്ബോളിൽ പ്രത്യേകിച്ച് ഫുട്ബോൾ പോലത്തെ ഒരു കളിയിൽ ഞാൻ പലപ്പോഴും പറയുന്നത് വളരെ സിമ്പിളായ ഒരു കളിയാണ് ഫുട്ബോൾ. പക്ഷേ അത്ര സിമ്പിളായിട്ട് കളിക്കാൻ പറ്റിയ ഒരു കളിയല്ല. വളരെ ടഫായിട്ട് മാത്രമേ ഫുട്ബോൾ കളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ വൺസ് ഈ വിസിൽ മുഴുകിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയുള്ള ഒരു ബന്ധങ്ങൾക്കും അവിടെ സ്ഥാനം വരുന്നില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം 50,000 60,000 ആൾക്കാർ ഒരു ടീമിന് വേണ്ടി ചീറി പായുമ്പോൾ നമുക്കുണ്ടാവുന്ന ആവേശം, നമുക്കുണ്ടാവുന്ന ആ ഇൻസ്പിറേഷൻ, ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ്, അതൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് അനസിനും. അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ് കളിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കേരളത്തിനല്ല കളിക്കുന്നതെങ്കിൽ പോലും ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാൻ അനസ് എന്തായാലും ശ്രമിക്കും എന്നുള്ള ഒരു കാര്യം ഒരു സംശയവുമില്ല. കാരണം അനസിന് ഇൻഡിവിജ്വലായിട്ട് ഇന്നൊരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ വേണമെങ്കിൽ അനസിൻ്റെ കാലിൽ ബോൾ കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരു ക്ലാപ്പിങ്ങും ഒരു സൗണ്ടെല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും 2 ടീമായി മത്സരിക്കുമ്പോൾ ഇവിടെ ബന്ധങ്ങൾക്കോ ഫ്രണ്ട്ഷിപ്പിനൊന്നും ഒരു സ്ഥാനവും വരാൻ സാധ്യതയില്ല. മാത്രവുമല്ല, ഒരു പക്ഷേ അതിലുപരി ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റാണ്, അല്ലെങ്കിൽ ഒരു ശത്രുതാ മനോഭാവമാണ് ആ ഫീൽഡിൽ വരാൻ സാധ്യത. സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ പോലും ഫീൽഡിൽ എത്തിക്കഴിഞ്ഞാൽ പലപ്പോഴും ശത്രുക്കളായി മാറാറുണ്ട്. പലപ്പോഴും എൻ്റെ അനുഭവത്തിൽ തന്നെ പറയാം, ഞങ്ങൾ ഒരേ റൂമിൽ താമസിക്കുന്ന ആൾക്കാർ സന്തോഷ് ട്രോഫിക്കൊക്കെ 2 ടീമിൽ മത്സരിച്ചിട്ടുണ്ട്. അപ്പോഴും വീറും വാശിയും കൂടുന്നല്ലാതെ ഒട്ടും കുറവ് വരാറില്ല. ശരി, തീർച്ചയായിട്ടും ആ ഒരു അനുഭവം അറിയാൻ വേണ്ടി ചോദിച്ചതാണ് ബിനീഷ്. എങ്ങനെ ആയിരിക്കും? ഏതായാലും അനസിനും നല്ല സപ്പോർട്ട് തന്നെ ആയിരിക്കും കൊച്ചിയിൽ ലഭിക്കുക. കാരണം ആര് മികച്ച രീതിയിൽ കളിച്ചാലും അവരെ അഭിനന്ദിക്കാൻ ഒരു മടിയുമില്ലാത്ത കാണികളാണ് കൊച്ചിയിൽ വരുന്ന യഥാർത്ഥ ഫുട്ബോൾ ആരാധകർ. അതുകൊണ്ട് തന്നെ മികച്ച കളി പുറത്തെടുത്താൽ അനസിനും സപ്പോർട്ട് ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു ആശങ്കയും വേണ്ട. ഒരു അവസരത്തിൽ ഏതായാലും പറഞ്ഞോളൂ ബിനീഷ്, പറഞ്ഞോളൂ. മനു,
കേരളത്തിൻ്റെ കാണികളുടെ ഏറ്റവും വലിയ ഗുണം അതുതന്നെയാണ്. നല്ല ഫുട്ബോളിനെ, നല്ല മത്സരത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ് കേരള ഫുട്ബോൾ കാണികൾ. എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു ടീം വളരെ മോശമായി കളിക്കുകയാണെങ്കിൽ നമ്മൾ സ്വന്തം ടീമാണെങ്കിൽ പോലും എതിർ ടീമിന് പലപ്പോഴും സപ്പോർട്ട് ആയി പോകാറുണ്ട്. അത് നമ്മൾ ലോക്കൽ ഫുട്ബോൾ ഒരുപക്ഷെ കേരളത്തിൻ്റെ താഴ്ന്ന കടയിലെ ഗ്രൗണ്ടുകളിൽ ചെന്നാൽ പോലും അത് നമുക്ക് നേരിട്ട് അറിയാൻ സാധിക്കും. അതിനൊരു മാറ്റം ഇന്ന് തന്നെ നോക്കിക്കോളൂ. കേരളം നല്ല രീതിയിൽ മത്സരം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലെങ്കിൽ കാണികളുടെ ഭാഗത്തുനിന്ന് ആദ്യം അവരെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കും, പിന്നെ അതിലൊരു വെല്ലുവിളിയായി മാറും. അതിനൊന്നും എത്തില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കേരള ജനങ്ങൾ എപ്പോഴും നല്ല ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരും നല്ല ടീമിനെ പ്രോത്സാഹിപ്പിക്കുന്നതുമാണ്. അതിൻ്റെ കൂടെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും സച്ചിനും കൂടെ ഉണ്ടായതുകൊണ്ട് ഇന്നൊരു സപ്പോർട്ട് കൂടുതൽ കിട്ടുമെന്നുള്ള വാസ്തവമാണ്. പക്ഷേ കേരള കാണികൾ എപ്പോഴും നല്ല ഫുട്ബോളിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. തീർച്ചയായിട്ടും ബിനീഷ് അത് പറഞ്ഞപ്പോഴാണ് സുധേഷ് ഒരു ഡയറിക്കുറിപ്പ് ഈയിടെ യൂറോപ്പിൽ വലിയ ചർച്ചയായിരുന്നു. മറ്റാരുമല്ല, നമ്മുടെ ഗോൾ കീപ്പർ ഗ്രഹാം സ്റ്റാക്ക് എഴുതിയ ഒരു ഡയറിക്കുറിപ്പാണ്. ആ ഡയറിക്കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ കേരളത്തിൽ നിന്നുള്ള വിളി വന്നപ്പോൾ അങ്ങോട്ട് പോകണമോ എന്ന കാര്യത്തിൽ എനിക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. 5000-ഓളം മൈലുകൾ പറന്നു വരണം കളിക്കാൻ വേണ്ടി, എൻ്റെ കുടുംബത്തെ പിരിഞ്ഞിരിക്കണം, അങ്ങനെയുള്ള ചില ആശങ്കകളുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയതോടെ അതെല്ലാം മാറി. ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ ഹോം ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആ ഒരു മഞ്ഞക്കടലിൻ്റെ ഫീലാണ് എനിക്ക് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ലഭിച്ചത്. ഇതുപോലൊരു ആരാധകരെ കാണാതിരുന്നെങ്കിൽ അതെനിക്ക് വലിയ നഷ്ടമായിരുന്നുവെന്ന്. ലോക ഫുട്ബോൾ ഭൂപടത്തിൽ കേരളത്തിൻ്റെ കാണികൾക്ക് ഒരുപക്ഷെ ഒരു ഇന്ത്യൻ ടീമിന് പോലും ലഭിച്ചിട്ടില്ലാത്ത ഒരു അപ്രിസിയേഷനാണ്. കേരളത്തിൻ്റെ കാണികൾക്ക് ഒരു ലോക താരം, ലോകവേദികളിൽ കളിച്ച താരം പറഞ്ഞിരിക്കുന്ന ഒരു അഭിനന്ദനമാണത്. മനു, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോക ഫുട്ബോളിലെ വമ്പൻ ക്ലബ്ബുകൾ റയൽ മാഡ്രിഡ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ലിവർപൂൾ, ആഴ്സണൽ, ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ബയൺ മ്യൂണിക്ക്, ഈ ക്ലബ്ബുകളെല്ലാം 100 വർഷത്തോളമോ അല്ലെങ്കിൽ അതിനധികമോ കാലത്തെ പാരമ്പര്യം അവകാശപ്പെടുന്ന ക്ലബ്ബുകളാണ്. അവർക്കുണ്ടായ ആരാധകർ അതൊരു, ഞാൻ പറയുന്ന പോലെ ഒരു വിശ്വാസം പോലെ ഒരു അവരുടെ ക്ലബിൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു ആരാധനാലയം പോലെ ആ രീതിയിൽ കാണുന്ന ഒരു ജനങ്ങളാണ്. അത്തോളം വൈകാരികമായ ഒന്നാണ് ഫുട്ബോൾ. എന്നാൽ നമുക്ക് ഇവിടെ ISL വന്നിട്ട് വളരെ കുറച്ച് വർഷം, വളരെ 1, 2, 3 വർഷങ്ങളാവുന്നു, അത്രമാത്രമേ 3 വർഷമാവുന്നേ ഉള്ളൂ. അതിനിടയിൽ യൂറോപ്പിനോടോ മറ്റും താരതമ്യപ്പെടുത്താവുന്ന ഒരു ആരാധക സ്നേഹം നമുക്ക് അവകാശപ്പെടാനാകില്ല. ഇന്ത്യയിലെ മറ്റു പല നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലും കൊൽക്കത്തയിലും ഗോവയിലും ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ആ ഒരു ദാരിദ്ര്യം അല്ലെങ്കിൽ അതില്ലായ്മ നമ്മൾ പലതരത്തിലും കാണുന്നതാണ്. ഒഴിഞ്ഞു കിടക്കുന്ന കസാരകൾ ഡൽഹിയിലായാലും മുംബൈയിലായാലും അത്തരം വേദികളിൽ പുനെയിൽ മത്സരം നടക്കുമ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന കസേരകൾ കാണുന്നു. എന്നാൽ യൂറോപ്പിനോടൊപ്പം നിൽക്കുന്ന, അവർക്കൊപ്പം മത്സരിക്കാവുന്ന തരത്തിലേക്കുള്ള ഒരു ആരാധക സ്നേഹം അത് ബ്ലാസ്റ്റേഴ്സിന് തുടക്കത്തിലേ ലഭിച്ചിരിക്കുന്നു. വലിയ പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ല. അല്ലെങ്കിൽ മലയാളികളായ ഉടമകൾ പോലുമല്ല ഈ ക്ലബിന്. മലയാളി താരങ്ങൾ പോലും വളരെ അപൂർവമാണ്. ഇത്തവണയാണ് അല്പമെങ്കിലും ഭേദപ്പെട്ട രീതിയിൽ ആദ്യ 11-ൽ കളിക്കുന്നത്. എന്നിട്ട് പോലും ഈ ആരാധകർ വല്ലാത്തൊരു വികാരത്തോടു കൂടി ഇന്ന് നമ്മൾ അവിടെ കൊച്ചിയിൽ നേരിട്ടെത്തിയാൽ പലർക്കും നേരിട്ട് കാണാവുന്നതാണ്. മുഴുവൻ വല്ലാത്തൊരു ആവേശം. ഒപ്പം തന്നെ നമ്മൾ ഏറ്റവും എടുത്ത് പറയേണ്ടത് പുരുഷ ആരാധകർക്കൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ വനിതാ ആരാധകരും ഫുട്ബോൾ കാണാൻ എത്തിത്തുടങ്ങിയിരിക്കുന്നു. സ്റ്റേഡിയത്തിലേക്ക് വലിയ ആവേശത്തോടെ വന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള മലപ്പുറത്ത് നിന്നും കാസർഗോഡ് നിന്നും അതിനപ്പുറത്തു നിന്നുമെല്ലാം ഈ ടീമിന് വേണ്ടി ആർത്തു വിളിക്കാൻ ഇവിടെ എത്തുന്ന ഒരു കാഴ്ച, അത് നമുക്ക് വളരെ അപൂർവമായി കാണാവുന്ന, മലയാളിക്ക് മാത്രമായി ഫുട്ബോളിനോട് ഇത്രത്തോളമുള്ളൊരു വൈകാരികമായൊരു ബന്ധം മലയാളി സൂക്ഷിക്കുന്നു. നല്ല ഫുട്ബോൾ നമ്മുടെ നാട്ടിൽ ഇല്ലെങ്കിൽ പോലും നല്ലത് കണ്ടാൽ അത് തിരിച്ചറിയാനും ഒപ്പം തന്നെ അതിനെ അംഗീകരിക്കാനുമുള്ള ഒരു മനസ്സ് യൂറോപ്പിന് സമാനമായ ആ രീതിയിലുള്ളൊരു ഫുട്ബോൾ മികവ് കാണാനായില്ലെങ്കിലും അതിൻ്റെ ചില പഴയ താരങ്ങളായാലും മലൂദയെ പോലുള്ളവരായാലും അല്ലെങ്കിലും തങ്ങളുടെ സ്വന്തം താരങ്ങളായ അല്ലെങ്കിൽ നാട്ടിലെ വിനീതിനെ പോലുള്ള താരങ്ങളായാലും അവരെ പോലും തങ്ങളുടെ ആവേശം കൊണ്ട് അവരുടെ കളി നിലവാരം ഉയർത്താനും ഒപ്പം തന്നെ അവർക്ക് കൂടി ഒരു ആവേശം പകരാനും സാധിക്കുന്ന ഒരു ആരാധക സ്നേഹം, അതൊരു വല്ലാത്ത വികാരം തന്നെയാണ്. വലിയ ഇത്തരം കാര്യങ്ങളിൽ ഏറെയൊന്നും കൊട്ടിഘോഷിക്കാൻ ചില ക്രിക്കറ്റ് താരങ്ങൾ ഒഴികെ വലിയ ആവേശങ്ങളൊന്നുമില്ലാത്ത നമ്മുടെ
തീർച്ചയായിട്ടും സുധേഷ് എന്തോ ചെറിയ പ്രശ്നം സംഭവിച്ചിരിക്കുന്നത്. ഞാൻ വരാം സുധേഷിലേക്കും ഒപ്പം തന്നെ ബിനീഷിലേക്കും സമീറിലേക്കും വരാം. തീർച്ചയായിട്ടും സുധേഷ് തുടരുന്നു, ഒപ്പം തന്നെ ബിനീഷുമുണ്ട്. സുധേഷ്, ഇനിയിപ്പോൾ മത്സരം നോക്കൌട്ടിലേക്ക് കടക്കുകയാണ്. എവേ ഗോളിൻ്റെ ഒക്കെ ആനുകൂല്യങ്ങളൊക്കെ ഇനിയാണ് വരാൻ പോകുന്നത്. നേരത്തെ പോലെയല്ല, ഇനി നമ്മൾ കുറച്ചുകൂടിയൊക്കെ അല്ലെങ്കിൽ ഒരു നൂൽപാലത്തിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ലെഗ് കേരളത്തിൻ്റെ ഗ്രൗണ്ടിലായത് ചെറിയ തോതിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടോ? സ്റ്റീവ് കോപ്പൽ ഒരു വേള അത് പറഞ്ഞതായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായും മനു, നമ്മൾ പറയുന്നു ഇവിടെ കാണികളുടെ ഒരു സപ്പോർട്ടും എല്ലാം പറയുന്നുണ്ട്. കേരളം കൂടുതൽ മത്സരങ്ങളിൽ തങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ ജയിച്ചിരിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. മറ്റേത് ടീമിനേക്കാളും നല്ല ഒരു ഹോം റെക്കോർഡ് കേരളത്തിന് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും അതുതന്നെ ഒരു സമ്മർദ്ദമായി മാറിയേക്കാവുന്ന ഒരു അവസ്ഥയുമുണ്ട്. നമുക്കറിയാം, ജിങ്കനെ പോലുള്ള താരങ്ങൾ പലപ്പോഴും ചില നിർണായക ഘട്ടങ്ങളിൽ പിഴവുകൾ വരുത്തുന്നതും അല്ലെങ്കിൽ പതറിപ്പോകുന്നതും നമ്മൾ കാണുന്നു. എന്നാൽ ഇവിടെ നമുക്ക് ഏറ്റവും പ്രതീക്ഷിക്കാവുന്നത് നമ്മുടെ പ്രതിരോധത്തിലെ ഹെങ്വർത്തിനെയും ഒപ്പം തന്നെ ആരോൺ ഹ്യൂസിനെയും ഹൊസൂനെ പോലുള്ള താരങ്ങൾ അവർ വലിയ വേദികളിൽ മത്സരിച്ച് വലിയ ആരവങ്ങൾക്കിടയിൽ കളിച്ച് പരിചയമുള്ള താരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ താരങ്ങളുടെ ഒരു പരിചയസമ്പത്ത് കൊണ്ട് ഈ ഒരു സമ്മർദ്ദത്തെ മറ്റു കളിക്കാർക്കും അതിജീവിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ആരാധകരുടെ ഒരു തലത്തിൽ ഇപ്പോൾ വിനീതിനെ പോലുള്ള താരങ്ങൾക്ക് സമ്മർദ്ദം സൃഷ്ടിച്ചേക്കാവുന്ന ഒരു സാധ്യതയുണ്ട്. വിനീതിൽ നിന്നും ഒരു ഗോൾ ടീം പ്രതീക്ഷിക്കുന്നു. അത് ആ താരത്തെ സമ്മർദ്ദത്തിലാക്കാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ പ്രകടനത്തെ നെഗറ്റീവായി ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അത്തരം സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കോപ്പൽ എല്ലാ തരത്തിലും തൻ്റെ താരങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കും. ഒപ്പം തന്നെ ഹ്യൂസിനെയും ഹെങ്വർത്തിനെയും പോലുള്ള മുതിർന്ന താരങ്ങൾ സഹതാരങ്ങളെ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാനസികമായ ഒരു പിന്തുണയും കൂടി നൽകി കാണും. അപ്പോൾ അത് വളരെ നിർണായകമാണ്. ഇന്ന് തങ്ങളുടെ സ്വന്തം ഗ്രൗണ്ടിൽ കളിക്കുന്നു. അതൊരു സമ്മർദ്ദമായി മാറാതെ അതൊരു ആവേശം തന്നെ ആക്കി മാറ്റി കേരള താരങ്ങൾ എങ്ങനെ കളിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ആ അർത്ഥത്തിൽ ഇന്ന് ഒരു സമ്മർദ്ദമുണ്ട് പറഞ്ഞതുപോലെ ഒരു സമ്മർദ്ദമുണ്ട്. അതിനെ അതിജീവിക്കാൻ സാധിക്കണം. അതിജീവിക്കാൻ സാധിച്ചാൽ തന്നെ ഈ ഹോം മത്സരത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആധിപത്യം കിട്ടേണ്ടത് 2 ഗോളിൻ്റെയെങ്കിലും ഒരു അഡ്വാൻറ്റേജ് കിട്ടേണ്ടത് കേരളത്തിന് വളരെ നിർബന്ധമാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്കറിയാം, ഡൽഹിയെ പോലുള്ള ഒരു ടീമിനെതിരെ അവരുടെ ഗ്രൗണ്ടിൽ പോയി മത്സരിക്കുമ്പോൾ ഇപ്പോൾ നല്ല തണുപ്പുള്ള സമയമാണ്. ഈ ഒരു കേരളത്തിലെ സാഹചര്യത്തിലും മറ്റും കളിച്ച് പരിശീലിച്ച് ഇത്രനാൾ തുടർച്ചയായി കളിക്കുന്ന കേരള ടീമിന് പെട്ടെന്ന് ഡൽഹി പോലുള്ള ഒരു സാഹചര്യത്തിൽ പോലും പോകുമ്പോൾ അതുമായി പൊരുത്തപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ട് കൂടി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ പരമാവധി ജയം നേടുക, നല്ല മാർജിനിൽ തന്നെ ജയം നേടുക എന്നുള്ളതായിരിക്കണം ലക്ഷ്യം. അതിന് കാണികൾ ഒരു സമ്മർദ്ദമാകാതെ ആവേശം മാത്രമാകുന്ന ഒരവസ്ഥ ഉണ്ടാകണം. കേരളം അതുതന്നെ ആ സമ്മർദ്ദത്തെ അതിജീവിച്ചാൽ കേരളത്തിന് ഇന്നത്തെ മത്സരം വളരെ നല്ലതായിരിക്കും. തീർച്ചയായിട്ടും. ബിനീഷ്, ഇത് തന്നെയാണ് ചോദിക്കാനുള്ളത്. അതായത് ഈ സെക്കൻഡ് ലെഗിന് വേണ്ടി നമ്മൾ എവേ ഗ്രൗണ്ടിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം, സ്വാഭാവികമായും എവേ ഗ്രൗണ്ടുകളിലെ നമ്മുടെ പ്രകടനം അത്ര മെച്ചമുള്ളതും ആയിരുന്നില്ല. അപ്പോൾ ഇന്ന് ഒരു ഗോൾ പോലും അടിക്കാതെ ഡൽഹിയെ പൂട്ടിയിടേണ്ട ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. കാരണം എവേ ഗോളിൻ്റെ വില എന്തെന്ന് ബിനീഷിനെ പോലുള്ള മത്സര പരിചയമുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതെങ്ങനെയായിരിക്കും അതിനെ നമ്മൾ നേരിടേണ്ടത്? തീർച്ചയായിട്ടും ഈ പ്ലേ ഓഫ് കളിക്കുമ്പോൾ ഏറ്റവും നിർണായകമായ ഒരു സംഭവമാണ് ഈ എവേ ഗോളിൻ്റെ അഡ്വാൻറ്റേജ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ മത്സരം ജയിക്കുകയാണെങ്കിൽ പോലും ഒരു 3-2 ജയിച്ചാൽ പോലും ആ 2 ഗോൾ കൺസീഡ് ചെയ്യാൻ പാടില്ല. അതൊക്കെ എവേ ഗോളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കളി ജയിക്കാൻ നോക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രതിരോധവും ശക്തിപ്പെടുത്തണം. കാരണം എവേ ഗ്രൗണ്ട്, നേരത്തെ സുധേഷ് സൂചിപ്പിച്ചത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വളരെ നല്ലൊരു പോയിൻ്റാണ്. കാരണം കേരളത്തിലെ നമുക്കറിയാം, നമ്മുടെ കാലാവസ്ഥ വൈകിട്ട് 7 മണിക്കാണ് കളി എങ്കിൽ പോലും നമ്മുടെ ഹ്യൂമിഡിറ്റി നമുക്കറിയാം. പെട്ടെന്ന് തന്നെ നമ്മുടെ പ്ലെയേഴ്സിന് ഈ കാലാവസ്ഥയിൽ നിന്നും ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ട് ചില്ലറയായിരിക്കാൻ സാധ്യതയില്ല. കാരണം തണുപ്പിലേക്ക് പെട്ടെന്ന് നമ്മൾ ചെന്നിറങ്ങുമ്പോൾ നമ്മളെ ബ്രീത്തിങ് ഒരുപക്ഷെ 2-3 ദിവസം മുന്നേ ടീം എത്തുമെങ്കിൽ പോലും നമ്മുടെ ബ്രീത്തിങ്ങിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഒരുപക്ഷെ ഫോറിൻ പ്ലെയേഴ്സ് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമായിരിക്കാം. കാരണം പ്രൊഫഷണൽ പ്ലെയേഴ്സാണ്. അവർ ഏത് നിലവാരത്തിലും ഏത് സാഹചര്യത്തിലും കളിക്കാൻ കഴിവുള്ള താരങ്ങളാണ്. പക്ഷേ നമ്മുടെ താരങ്ങൾക്ക് എത്രത്തോളം അതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം നമ്മൾ എന്ത് വില കൊടുത്തും ജയിക്കണം എന്നുള്ളതോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു എവേ ഗോൾ കൺസീഡ് ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രമിക്കേണ്ടിയിരിക്കുന്നു.
ഡൽഹിയിൽ നമുക്കറിയാം, കേരളത്തിൻ്റെ വേറൊരു അനുകൂല ഘടകം എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ വന്നതാണ്. നമ്മുടെ ടീം 2004 സുധേഷിന് ചിലപ്പം ഓർമ്മയുണ്ടാകും, 2004 സന്തോഷ് ട്രോഫി ഫൈനൽ നടന്നത് ഡൽഹിയിൽ വെച്ചായിരുന്നു. അവസാനമായിട്ട് കേരളം വിൻ ചെയ്തത്. അന്ന് ഞങ്ങളെ എല്ലാം അത്ഭുതപ്പെടുത്തിയത്, ഞാനായിരുന്നു അന്ന് ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ. ഞങ്ങളെല്ലാം അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഡൽഹി സ്റ്റേഡിയത്തിൻ്റെ 3/4 ഭാഗവും മലയാളികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. അതാണ് കേരള ഫുട്ബോൾ പ്രേമികളുടെ കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ ഒരു വിഭാഗം കേരള സപ്പോർട്ടേഴ്സ് ഉണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഡൽഹിയിലുള്ള സപ്പോർട്ടേഴ്സിൽ ഒരു വിഭാഗം കേരള സപ്പോർട്ടേഴ്സ് ആയിരിക്കും. പക്ഷേ ഈ ക്ലൈമറ്റ് ഒരു ചാലഞ്ചിങ് തന്നെയായിരിക്കാം. ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, ഫോറിൻ പ്ലെയേഴ്സിനെ അതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കുമെങ്കിലും അവർക്കും കുറേ നാളായിട്ട് ഹോം മാച്ചസ് ആണ് നമ്മൾ കണ്ടിന്യൂസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രാക്ടീസ് സെഷൻ നടക്കുന്നത് ഈ ക്ലൈമാറ്റിക് കണ്ടീഷനിലാണ്. ഈ മത്സരം കഴിഞ്ഞ് പെട്ടെന്ന് ഡൽഹിയിലേക്ക് ചെല്ലുമ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ അവിടെ മഞ്ഞുവീഴ്ച കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും ബുദ്ധിമുട്ടുകളും കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടെല്ലാം നമുക്കറിയാം, പല പ്രാവശ്യം സൂചിപ്പിച്ചാണ്, ഇന്നത്തെ മത്സരത്തിൽ വ്യക്തമായ ഒരു 2 ഗോളിൻ്റെ ലീഡോടുകൂടി എങ്കിലും വേണം കേരളം കടന്ന് സെക്കൻഡ് ലെഗിലേക്ക് പോകേണ്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും സുധേഷ്, ഒരുപക്ഷെ ബിനീഷ് ആ പഴയ നല്ല കാലം, കേരള ഫുട്ബോളിൻ്റെ നല്ല കാലം ഓർമ്മിപ്പിക്കുകയായിരുന്നു. 2004 അന്ന് ബിനീഷ് വൈസ് ക്യാപ്റ്റനായിരുന്നു. എനിക്ക് തോന്നുന്നു ഇഗ്നേഷ്യസ് ആയിരുന്നു തോന്നുന്നു അന്ന് ക്യാപ്റ്റനായിരുന്നു കേരളം സന്തോഷ് ട്രോഫി നേടിയപ്പോൾ. ഏതായാലും ഈ ബ്രസീലും അർജന്റീനയും ഒക്കെ ബൊളീവിയയിൽ കളിക്കാൻ പോകുന്നൊരു സാഹചര്യമുണ്ട്. അത് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്. കാരണം ഉയരത്തിൽ കളിക്കാൻ പോകുന്നു, ഉയരം കൂടിയ ആ സ്ഥലത്ത് കളിക്കാൻ പോയി ഈ ബ്രീത്തിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം. ഏകദേശം ആ ഒരു അവസ്ഥയൊക്കെ ആയിരിക്കാം ഇപ്പോൾ ഈ മഞ്ഞുവീഴ്ചയും കഠിനമായ തണുപ്പുമുള്ള ദില്ലിയിൽ കേരള താരങ്ങൾക്ക് നേരിടേണ്ടി വരിക. പക്ഷേ ഫുട്ബോളാണ്, പ്രൊഫഷണലിസമാണ് വേണ്ടത്. നമുക്കത് സുധേഷ്, നമ്മൾ തന്ത്രങ്ങളും കാര്യങ്ങളും ലൈനപ്പും ഒക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ഏതായാലും അതൊക്കെ കളിക്കളത്തിൽ നടപ്പാക്കുക എന്നുള്ളതാണ് ഇനി നമ്മുടെ മുന്നിൽ, അത് കാണുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഏകദേശം 13 മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ പന്തുരുളാൻ കലൂരിൽ. ഏതായാലും ഇന്ന് ഈ മത്സരത്തിന് ഇറങ്ങുമ്പോൾ ശ്രദ്ധേയമാവുന്നൊരു കാര്യം, ഒരു വശത്ത് ജിയാൻ ലൂക്കാസ് സംബ്രോട്ട എന്ന ഡിഫൻസീവ് ഇതിഹാസ തുല്യനായ പ്രതിരോധ ഭടന്റെ പരിശീലക സ്ഥാനം, മറുവശത്ത് ഉള്ള വിഭവങ്ങൾ കൊണ്ട് ഉള്ളതുകൊണ്ട് ഓണം എന്ന് പറയുന്നത് പോലെ ഓണത്തിനേക്കാൾ മെച്ചമായ രീതിയിൽ തൻ്റെ വിഭവങ്ങളെ ഉപയോഗിച്ച സ്റ്റീവ് കോപ്പൽ എന്ന പരിശീലകൻ. ഈ 2 പരിശീലകന്മാരുടെ തന്ത്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടിയായിരിക്കും ഇന്നത്തെ പോരാട്ടം. തീർച്ചയായും അത് നമുക്കറിയാം. ഈ സംബ്രട്ടോയ്ക്ക് തൻ്റെ ടീമിനെ സംബന്ധിച്ച് തലവേദനകൾ കുറവാണ് എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. മലൂദയെ പോലുള്ള മുതിർന്ന താരങ്ങൾ അല്ലെങ്കിൽ മാഴ്സലോണിയെ പോലുള്ള താരങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് തലവേദന കുറവാണ്. പ്രത്യേകിച്ചും ഇറ്റാലിയൻ ശൈലിയിൽ കളിക്കുന്നതിന് പകരം വളരെ അഗ്രസീവായി അദ്ദേഹം കളിക്കാൻ തീരുമാനിച്ചത് തന്നെ തൻ്റെ കയ്യിലുള്ള താരങ്ങളുടെ മികവ് കൊണ്ടാണ് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു കളി സ്വീകരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ഇതിൽ വലിയൊരു റോൾ ഇല്ല എന്ന് പറയുന്നില്ല, ഏതൊരു കോച്ചിനും വലിയ റോളുകളുണ്ട്. എന്നാൽ പോലും അദ്ദേഹത്തിന് താരതമ്യേന എളുപ്പമാണ് തൻ്റെ കയ്യിലുള്ള കളിക്കാരെ ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ നല്ലൊരു ബെഞ്ച് സ്ട്രെങ്ത്തും ആ ടീമിനുണ്ട് എന്ന് കാണാം. ഇത്തവണ അവർ വലിയ വില കൊടുത്ത് തന്നെ താരങ്ങളെ വാങ്ങിയിരിക്കുന്നു. എന്നാൽ മറുപക്ഷത്ത് കോപ്പലിന് കുറേ കൂടി നല്ലൊരു കോമ്പിനേഷൻ കണ്ടെത്താൻ അദ്ദേഹത്തിന് ഈ നിലവിലുള്ള സാഹചര്യത്തിൽ സാധിച്ചിട്ടില്ല. പകരം ഓരോ സാഹചര്യത്തിനും എതിരാളികൾക്കും അനുസരിച്ച് മാറുന്ന തന്ത്രങ്ങളും അല്ലെങ്കിൽ മാറുന്ന കളിക്കാരും പലപ്പോഴും മധ്യനിരയിലെയും മുന്നേറ്റത്തിലെയും എല്ലാം കോമ്പിനേഷൻ മാറുന്നത് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പരിമിത വിഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് മനു പറഞ്ഞതുപോലെ ആ പരിമിത വിഭവങ്ങൾ കൊണ്ട് കലൂർ സ്റ്റേഡിയത്തിൽ നിന്നും മലയാളികളെ ഒരു ഓണസദ്യ ഊട്ടുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ഒരു കടമ്പ. അത് അദ്ദേഹം എങ്ങനെ നിർവഹിക്കും എന്നുള്ളത് തന്നെയാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് നോക്കുന്നത്. അതിന് ഇന്നൊരു വെല്ലുവിളി ആയിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാക്കിനെ പോലെ നേരത്തെ ബിനീഷ് പറഞ്ഞതുപോലെ അരുൺ ഹ്യൂസിനെയും ഹെങ്വർത്തിനെയും നന്നായി മനസ്സിലാക്കുന്ന സ്റ്റാക്കിനെ പോലുള്ള ഒരു ഗോൾ കീപ്പറെ മാറ്റി നന്ദിയെ പരീക്ഷിക്കാനും മറ്റും കുറച്ചുകൂടി അറ്റാക്കിംഗ് ആയി നല്ല താരങ്ങളെ കൊണ്ടുവരാനും അദ്ദേഹം ശ്രദ്ധിച്ചത് തൻ്റെ കാണികൾക്കും ഒപ്പം തന്നെ ഏറ്റവും നല്ലൊരു വിഭവം തന്നെ തയ്യാറാക്കി കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഈ കോപ്പലിൻ്റെ പരീക്ഷണമാണോ അല്ലെങ്കിൽ ഈ നല്ല കളിക്കാരടങ്ങുന്ന സംബ്രട്ടോയുടെ സംഘമാണോ വിജയിക്കുക എന്നുള്ളതാണ് ഇന്ന് കണ്ടറിയേണ്ടത്. തീർച്ചയായിട്ടും ബിനീഷ്, ഏതായാലും പരീക്ഷണത്തിന് മുതിർന്നിരിക്കുകയാണ് സ്റ്റീവ് കോപ്പൽ. നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതാണ്, ഗ്രഹാം സ്റ്റോക്കിനെ പിൻവലിച്ച് അവിടെ അദ്ദേഹം സന്ദീപ് നന്ദിനെ ഇറക്കി മറ്റൊരു വിദേശ താരത്തിന് ഫീൽഡിൽ അവസരം ഒരുക്കിക്കൊണ്ടുള്ള ഒരു തന്ത്രത്തിലേക്ക് കളിക്ക് മുമ്പ് തന്നെ കോപ്പൽ പരീക്ഷണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ഈ പരീക്ഷണത്തിൽ ബിനീഷ് പ്രതീക്ഷിക്കുന്ന ഒരു ഫലം അതെന്താണ് നമ്മളോട് പറയാനുള്ളത്?
ഇപ്പോഴത്തെ മോഡേൺ ഫുട്ബോളിൽ ഒരു ഫലം നമുക്ക് പറയാൻ പറ്റില്ല എങ്കിൽ പോലും, കാരണം ഞാൻ പറയാം, വളരെ ഈ 90 മിനിറ്റ്സ് കഴിഞ്ഞിട്ടില്ലേ ആ 3 മിനിറ്റിൽ 2 മിനിറ്റിലൊക്കെയാണ് ഡിസൈഡിങ് ആയി മാറുന്നത് ഇപ്പോൾ. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് 45 മിനിറ്റ് കഴിഞ്ഞിട്ടില്ല അഡീഷണൽ 1 മിനിറ്റിലൊക്കെയാണ് കളി ഡിസിഷനായി മാറുന്നതുകൊണ്ട് അതുകൊണ്ട് ഫലം പറയാൻ സാധിക്കില്ല. എങ്കിലും കേരളം ജയിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. പക്ഷേ വളരെ കരുതി വേണം കേരളം ഓരോ ചുവടും മുന്നോട്ട് വെക്കാൻ. ഒരുപക്ഷെ നമ്മുടെ ഇപ്പോൾ ഫുട്ബോളിൻ്റെ സ്റ്റൈല് തന്നെ മാറിയിരിക്കുന്നു. ഇതൊരു പ്ലാൻഡ് പദ്ധതിയുള്ള ഒരു സംഭവമായി മാറിയിരിക്കുന്നു. പണ്ട് എന്ന് വെച്ചാൽ ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കോച്ചുകൾക്ക് വലിയ സ്ഥാനമില്ലായിരുന്നു. ഇപ്പോൾ ഓരോ 10 മിനിറ്റ് കഴിയുമ്പോൾ കോച്ചിൻ്റെ ഇൻഫ്ലുവൻസ് ടീമിൽ വളരെയധികം പ്രകടമാണ്. ഒരുപക്ഷെ ഓരോ നീക്കത്തിനും ഓരോ 5 മിനിറ്റിലും ടീമിൻ്റെ പ്ലാനുകൾ മാറുന്നു. ഓരോ 5 മിനിറ്റ് കഴിയുമ്പോൾ ടീം എങ്ങനെ, ഒരു ഗോൾ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ, ഒരു ഗോൾ വഴങ്ങിക്കഴിഞ്ഞാൽ ടീം എങ്ങനെ പെർഫോം ചെയ്യുന്നു, അതൊക്കെ വളരെ 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 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇന്നത്തെ മത്സരം കേരളം ജയിക്കുന്നതിന് എൻ്റെ വിശ്വാസം. പക്ഷേ വളരെ ടൈറ്റ് ആയിരിക്കാം കേരളത്തിന് ഇന്നത്തെ മത്സരം. ശരി, തീർച്ചയായിട്ടും. സുധേഷ്, എങ്ങനെയാണ്, എത്രമാത്രം ടൈറ്റ് ആയിരിക്കും ഇന്നത്തെ പോരാട്ടം സുധേഷിന്റെ കാഴ്ചയിൽ? ഒപ്പം തന്നെ സുധേഷ്, കേരളം ജയിക്കുമെന്ന പ്രതീക്ഷ ഉറപ്പാണ്. പക്ഷേ ഇപ്പോൾ ബിനീഷ് പറഞ്ഞതുപോലെ അതിന് നമ്മൾ കരുതിയിരിക്കണം. എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? തീർച്ചയായും വളരെ ടൈറ്റ് ആയിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. എന്തുകൊണ്ടെന്നാൽ സെമി ഫൈനൽ മത്സരമാണ്. സ്വാഭാവികമായും 2 ടീമുകൾ വളരെയധികം സമ്മർദ്ദത്തിലായിരിക്കും. തങ്ങളുടെ ഏറ്റവും നല്ല മികവ് പുറത്തെടുക്കാനായിരിക്കും എല്ലാവരും ശ്രമിക്കുക. ഒട്ടും വിട്ടുകൊടുക്കാത്ത രീതിയിലുള്ള ഒരു കളി തന്നെയായിരിക്കും ഇരു ടീമുകളും. ഒപ്പം തന്നെ തങ്ങളുടെ കാണികൾക്ക് മുന്നിൽ നല്ലൊരു ജയത്തിനായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു മത്സരം കാണാൻ കഴിയുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. എങ്കിലും ബിനീഷ് പറഞ്ഞതുപോലെ മോഡേൺ ഫുട്ബോളിൽ ഇന്ന് ഫലങ്ങൾ അപ്രവചനീയമാണ്. സ്വാഭാവികമായും നമ്മുടെ ISLലെ ടീമുകൾ തമ്മിൽ വലിയ അന്തരമില്ല. ഓരോ ദിവസത്തെയും പ്രകടനം നിർണായകമാണ്. ഓരോ താരത്തിൻ്റെയും പ്രകടനം നിർണായകമാണ്. കോച്ചിൻ്റെ അന്നുള്ള തന്ത്രങ്ങൾ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഡൽഹിയുടെ വളരെ കരുത്തുറ്റ ടീമാണ്. ബ്ലാസ്റ്റേഴ്സിന് സ്വന്തം ഗ്രൗണ്ടിൽ കളിക്കുന്ന ആനുകൂല്യമുണ്ട്. അപ്പോൾ നല്ല ശക്തമായൊരു മത്സരം തന്നെയായിരിക്കും ഇന്നുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ മനു പറഞ്ഞതുപോലെ എൻ്റെ ഒരു ആഗ്രഹം 2-0 എന്ന സ്കോറാണ്. കേരളം ആ ഗോളിന്, ആ വ്യത്യാസത്തിന് ജയിക്കണമെന്നുള്ളതാണ് ആഗ്രഹം. എന്നാൽ പോലും അതത്ര എളുപ്പമല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു. എങ്കിൽ പോലും കേരളം നല്ല ഫോമിലേക്ക് ഉയരുകയും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് ഉണ്ടാവട്ടെ എന്നും കരുതാം. തീർച്ചയായിട്ടും. ബിനീഷ്, ഏതായാലും ആഗ്രഹം പറഞ്ഞപ്പോൾ പോലും സുധേഷ എവേ ഗോളിന്റെ ആനുകൂല്യമൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം 2-0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലെയർ ആയതുകൊണ്ട് തന്നെയാണ് എൻ്റെ ആഗ്രഹങ്ങളാണ്, സുധേഷും ഞാനും എൻ്റെ ആഗ്രഹങ്ങളാണ്, നമ്മുടെ ആഗ്രഹങ്ങളാണ് പുറത്തു പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ആശങ്കയുമുണ്ട്. ഈ ടീമിനെ നമുക്ക് എങ്ങനെ തോൽപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു ആശങ്ക കൂടെയുണ്ട്. പക്ഷേ ആഗ്രഹങ്ങളാണല്ലോ നമ്മളെപ്പോഴും സന്തോഷം തരുന്നത്. ആ ആഗ്രഹമാണല്ലോ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കളി തീരുന്നവരെ ഈ ആഗ്രഹം നമുക്ക് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാം. ഈ കളി കഴിയുമ്പോഴും നമ്മുടെ ഈ സന്തോഷം നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. ഏതായാലും വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളോടൊപ്പം ഇത്രയും സമയം പങ്കുചേർന്നതിന് 2 പേർക്കും. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിനും ഒപ്പം മത്സരങ്ങളെ വിലയിരുത്തിയതിനും ഇതുവരെയുള്ള നമ്മുടെ ഇന്നത്തെ സെമിയിലേക്ക് എത്തിയ വഴികളൊക്കെ പറഞ്ഞതിനും. ഏതായാലും അല്പസമയത്ത്, ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 7 മിനിറ്റോളം ബാക്കി നിൽക്കുന്നു. ഇനി കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലേക്ക് നിർണായകമായ സെമി ഫൈനലിന്റെ 1ാം പാദത്തിന് പന്തുരുളാൻ വേണ്ടി ഇനി എല്ലാവരും ആവേശത്തോടെ കൊച്ചിയിലേക്ക് കണ്ണുനട്ട് കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു മത്സരം കൂടിയായിരിക്കാം ഇന്നത്തേത്. കാരണം ഇന്ത്യയുടെ ഫുട്ബോൾ ഭൂപടത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന പേരാണ് കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇന്നത്തെ മത്സരഫലം, ഒപ്പം തന്നെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന കേരളത്തിന്റെ ആരാധക കൂട്ടം, പ്രത്യേകിച്ചും ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞപ്പട എന്ന ആരാധക കൂട്ടം, അവരുടെ ഗ്യാലറി, നിറഞ്ഞു തുളുമ്പുന്ന ഗ്യാലറി, ആ ഗ്യാലറി നൽകുന്ന ഒരു ആവേശം. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഗ്യാലറി അനുകൂല ഘടകമായി വരുമ്പോൾ ഡൽഹിക്ക് ഈ വലിയ ജനക്കൂട്ടത്തിന് മുന്നിൽ വേണം അവരുടെ കളി പുറത്തെടുക്കാൻ, കഴിവ് തെളിയിക്കാൻ. ഏതായാലും നിമിഷങ്ങൾക്കകം തന്നെ വലിയ ഒരു മത്സരത്തിൻ്റെ തിരശീല ഉയരുകയാണ്. സച്ചിനെ പോലുള്ള വമ്പന്മാർ, ഇന്ത്യൻ കായിക ലോകത്തിലെ അധിപന്മാർ അടക്കം, കേരള ടീമിൻ്റെ ഉടമസ്ഥൻ കൂടിയാണ് അദ്ദേഹം കുടുംബസമേതമാണ് എത്തിയിരിക്കുന്ന. ഭാര്യ അഞ്ജലിയും ഒപ്പമുണ്ട്. ഒപ്പം തന്നെ ISLന്റെ ചെയർപേഴ്സൺ നിത അംബാനി അടക്കമുള്ള ഉയർന്ന ആളുകളും മത്സരം കാണാൻ വേണ്ടി കൊച്ചിയിലെത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടും പ്രത്യേകതയുള്ള മത്സരം. ഏകദേശം 55,000-ഓളം കാണികൾ നിറഞ്ഞു കവിയുന്ന സ്റ്റേഡിയം എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കൊച്ചിയിലേക്ക് ഇനി കിക്ക് ഓഫിന് പന്തുരുളാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഞങ്ങളുടെ പ്രത്യേക പരിപാടിയും ഇവിടെ അവസാനിക്കുകയാണ്. ഈ നിമിഷം വരെ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന അതിഥികൾക്കും